പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. എല്ലാവരാലും നിന്ദിക്കപ്പെട്ടപ്പോ ജീവിതം മതിയെന്ന് തോന്നി. ദൈവങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിലെ ഉരുളി മോഷണ ശ്രമത്തിൽ സത്യമായിട്ട് ഞാൻ പങ്കാളിയായിരുന്നില്ല. തൊഴിലില്ലായ്മയ്ക്ക് മുന്നിൽ ദൈവത്തെ പുനരുദ്ധരിക്കാനുള്ള കമ്മിറ്റിക്കാരോടുള്ള ദേഷ്യം വടക്കേലെ ദിനേശനും കൂട്ടരും ചേർന്ന് തീർത്തപ്പോ അറിയാതെ ഞാനും അതിലൊരു കുറ്റക്കാരനായി. സംഭവം നടന്നെന്ന രാത്രി ആൽത്തറയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. പക്ഷെ സുഹൃത്തെ, ഞാൻ നിരപരാധിയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തിട്ടും പിന്നെ എന്തിനിങ്ങനെ ഒരു ശ്രമം എന്ന് നീ കരുതുന്നുണ്ടാവും. അതിനുശേഷം വീട്ടിലെ സ്ഥിതി വളരെ ക്രൂരമായിരുന്നു. എനിക്കൊരു തൊഴിൽ കിട്ടിയാലേ പാർട്ടീഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന അമ്മയുടെ തീരുമാനത്തിൽ കലി പൂണ്ട് കഴിയുന്ന പെങ്ങന്മാർക്കും അളിയന്മാർക്കും മുന്നിൽ ഞാനൊരു ബദ്ധശത്രുവായി മാറി. ഇരട്ട കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സമ്പാദിച്ചതെല്ലാം മാഞ്ചിയം തേക്ക് പ്ലാന്റേഷനുകളിൽ തൊലഞ്ഞയിലുള്ള ദേഷ്യം മൂത്ത അളിയനും പെങ്ങളും എന്നോട് തീർത്തു. വെറും ഒരു ഡ്രിൽ മാഷായ അളിയൻ രാമുണ്ണി മാഷും 1ാം ക്ലാസ്സിൽ തറയും പറയും പാഠം ചൊല്ലിക്കൊടുക്കുന്ന ചേച്ചി മഹാലക്ഷ്മി ടീച്ചറും തരം താഴ്ന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. പട്ടാളക്കാരെ ഭർത്താവിനപ്പുറം മറ്റൊരു ലോകമില്ല എന്ന് വിശ്വസിച്ച് കഴിയുന്ന 2ാമത്തെ പെങ്ങൾ വിജയലക്ഷ്മി നാഗാലാൻഡ് അതിർത്തിയിൽ എവിടെയോ തൂക്കുമായി കാവൽ നിൽക്കുന്ന ഭർത്താവിന്റെ മാനം ഞാൻ കാരണം നശിച്ചു എന്നാണത്ര ചേച്ചിയുടെ വാദം. 6 മുഴത്തിന്റെ പാതിയാണല്ലോ 3 മുഴം. 2 പെഗ്ഗടിച്ചാൽ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്ന പോസ്റ്റ്മാൻ അളിയൻ ബാലകൃഷ്ണൻ അന്ന് എന്നെ ഒരുപാട് തെറി പറഞ്ഞു. പെങ്ങളുടെ അംഗവൈകല്യത്തിന്റെ ഔദാര്യത്തിൽ ഭർത്തൃപദം കിട്ടിയ നീർക്കോലിയോട് പോലും എനിക്ക് ക്ഷമിക്കേണ്ടി വന്നു. ക്ഷമ കഴുതയുടെ ഗുണമാണെന്നറിഞ്ഞു തന്നെ. ആശ്വസിപ്പിക്കാൻ അമ്മ മാത്രം. പക്ഷേ എന്റെ നിരപരാധിത്വം അമ്മ പോലും വിശ്വസിച്ചിരുന്നില്ല. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ 7.5 ശനിയാണത്ര എനിക്ക്. മകനെ സ്ഥാപിക്കാൻ ശനിയെ പഴിക്കുന്ന പാവം എന്റെ അമ്മ. എല്ലാം പൊറുക്കാം. പക്ഷേ അവളും എന്നെ വെറുത്തപ്പോ സഹിക്കാൻ പറ്റിയില്ല. വിശ്വാസമില്ലാഞ്ഞിട്ടും ദൈവങ്ങളെ പിടിച്ച് ഞാൻ ആണയിട്ടു. പക്ഷെ അവൾ എന്നെ വിശ്വസിച്ചില്ല. മുറച്ചെറുക്കൻ അരവിന്ദാക്ഷൻ പോലീസുമായുള്ള കല്യാണത്തിന് അവൾ സമ്മതിച്ചത്രേ. തീയതി നിശ്ചയിച്ചു. ഈ വരുന്ന 13-ാം തീയതി. അവൾ സുമംഗലിയാവട്ടെ. ഈ മരണവേളയിലും ഞാൻ ആശംസിക്കുന്നു. അവസാനമായി ഒരപേക്ഷ കൂടിയുണ്ട്. എന്റെ ശവത്തിൽ സ്നേഹപൂർവം ഒരു റീത്ത് സമർപ്പിക്കാൻ അവളോട് പറയണം. ആ റീത്തിൽ നിറയെ ചെമ്പകപ്പൂക്കൾ ഉണ്ടാവണം. കാരണം ഞങ്ങൾ അവസാനമായി പിരിഞ്ഞത് നമ്മുടെ അമ്പലപ്പറമ്പിനടുത്തുള്ള ആ ചെമ്പകച്ചൂട്ടിൽ വച്ചായിരുന്നു. നിർത്തുന്നു. ഹൃദയപൂർവം, പരേതൻ. ചിരിക്കരുത്, ചിരിക്കരുത് ലോകമേ, പ്ലീസ്. എന്നെ പരിഹസിക്കരുത്, പ്ലീസ്. അറിയാം, മരണം ഒന്നിനും ഒരു വിരാമമല്ല. പക്ഷേ ഭൗതികമായ എല്ലാ മാരണങ്ങളുടെയും നിവാരണം മരണം മാത്രമാണ്. അനിവാര്യമായ ഒരു പര്യവസാനം. എനിക്ക് മരിച്ചേ പറ്റുള്ളൂ.
മരിച്ചേ പറ്റുള്ളൂ. ബൈ ബൈ കുഞ്ഞനന്ദൻ. വെളിച്ചം വേണ്ട, സുഗമമായ മരണത്തിന് ഇരുട്ടാണ് ഉത്തമം. അയ്യോ സാർ, 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 കഥ സാർ, സാർ, കഥ സാർ, 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 മാനേജർ സാർ. പോരല്ലോ, റെസ്റ്റോറന്റ് ബില്ലിൽ 200 രൂപ ഇനിയും ബാക്കി. അപ്പൊ ടോട്ടൽ എത്രയാ ബില്ല്? റെസ്റ്റോറന്റ് ബില്ല് മാത്രം 2800 രൂപ. അദ്ദേഹം ഒരു ദിവസം മാത്രമല്ല അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ മിസ്റ്ററെ. അതെ, അതിനെ പക്ഷെ തിന്നതോ ജയിലിൽ നിന്ന് വന്ന പോലെയാ. അയ്യോ. ചിക്കൻ 65, ചിക്കൻ ടിക്ക, ചിക്കൻ നൂഡിൽസ്, ചില്ലി പ്രോൺസ്, ജിഞ്ചർ പ്രോൺസ്, ഗോൾഡൻ പ്രോൺസ്, മട്ടൺ ഡ്രൈ ഫ്രൈ, സ്ലൈഡ് ഫിഷ് വിത്ത് വെജിറ്റബിൾസ്, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ തണ്ടൂരി, എല്ലാം ചേർത്ത് 2800 രൂപ. വിശന്നപ്പോ കഴിച്ചതാ. ഓഹോ, അപ്പൊ തിന്നു മരിക്കാനായിരുന്നു പ്ലാൻ. ഇതൊക്കെ തിന്നിട്ട് ചാകാഞ്ഞിട്ടായിരിക്കും വിഷം കൂടെ കഴിച്ചത്. അതും ഏറ്റില്ലല്ലോ പണ്ടാലടങ്ങാൻ. ഒരു സംശയം, നിങ്ങളുടെ ഹോട്ടലിൽ തണ്ടൂരി അടുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ആ കിടക്കുന്ന സാധനത്തിന് ഒന്ന് തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ടു തരുവോ? തണ്ടൂരി കൊലക്കേസിന് വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോവാം. അത് വേണോ ബാലകൃഷ്ണ? വേണം. എന്തായാലും ഒരു ആശ്വാസമുണ്ട്, ചത്തില്ലല്ലോ. ചത്ത ഞങ്ങളുടെ ഹോട്ടലിനാ ചീത്തപ്പേര്. ജീവിച്ചാ ഞങ്ങൾക്കും. എന്തായി? വന്നല്ലോ പൊന്നാരപ്പങ്ങള്, പേടിക്കണ്ട, സന്തോഷിക്കാൻ മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചില്ല. പൊന്നാങ്ങളുടെ വായിക്കരിയിടുന്നതിന് മുമ്പ് ആ ബാഗിൽ നിന്ന് ഒരു 200 രൂപ എടുത്ത്. 200 രൂപയോ? അതെ, ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. വായ്പയും പിരിവും നടത്തി മാക്സിമം ഞങ്ങൾ പിരിച്ചു. ഇനി ഒരു 200 രൂപയുടെ ഉണ്ടെങ്കിലേ ഡെഡ് ബോഡി വിട്ട് കിട്ടും. എങ്കിലല്ലേ ശവടക്കം ചെയ്യാൻ പറ്റുള്ളൂ. കമോണ്ടറെ അങ്ങനെ ഹോട്ടൽ ബില്ല് ക്ലോസ്. ഹോസ്പിറ്റൽ ബില്ല്. സ്വന്തക്കാരെ പരിഹസിക്കുന്ന ഒരുവനെ അന്യർ ആദരിക്കാറില്ലല്ലോ. ഓ, സ്വന്തക്കാർ ആദരിക്കാത്തോണ്ടാ അന്യര് പരിഹസിക്കുന്നത്, അല്ല സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ടല്ല. എനിക്ക് 2 പെൺമക്കളാ. അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഉപകാരം ചെയ്തില്ലെങ്കിലും നാട്ടിൽ ചീത്തപ്പേര് കേൾപ്പിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. ഉള്ളതെല്ലാം മാഞ്ചിയം തേക്കുകാർ കൊണ്ടുപോയിട്ടും സഹിച്ചു നിൽക്കുന്നവരാണ് ഞാൻ. ദൈവം എന്നെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ. വൈകി കല്യാണം കഴിച്ചു. ആ കച്ചവടത്തിൽ കിട്ടിയതോ 2 ഇരട്ട പെമ്പിള്ളേര്. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി അവറ്റകളുടെ പേരിലും കൂടെ നിക്ഷേപിച്ചു. ഒന്നിന്റെ പേരിൽ 15 മാഞ്ചിയം, മറ്റേന്റെ പേരിൽ 15 തേക്ക്. പത്രത്തിൽ പരസ്യം കണ്ടപ്പോ മക്കള് മരമായി വളരട്ടെ എന്ന് ഞാനും മോഷിച്ചു. വെള്ളവും വളവും ചോദിക്കാതെ 300 എസ്റ്റേറ്റുകൾ വിലസുന്ന എന്റെ മാഞ്ചിയം തേക്കിൻ മക്കളെ ഞാനും എന്റെ മനസ്സിൽ വളർത്തി. ഒടുവിൽ മോഹിപ്പിച്ചവർ തന്നെ അത് വേരോടെ പിഴുത് മുങ്ങിയെന്ന് കേട്ടിട്ടും ദീക്ഷയോടെ ജീവിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ എന്റെ കുട്ടി. നിങ്ങളുടെ മരം പോയതിന് എവനോടൊന്നും ദേഷ്യപ്പെടുന്നേ? ഓ, യോഗമില്ലാത്ത വിത്തുകളായി പോയല്ലോ എന്റെ ഇരട്ട മക്കള്. എന്തിനാ കുട്ടികളെ പറയണേ? അവനവന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ ഒക്കെ സംഭവിച്ചത്. അതേടി, എന്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. ഓ, കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? മിണ്ടാൻ ഇടം കൊടുത്ത തൊണ്ടേ കയറും. അതാ സ്വഭാവം. അത്രയുണ്ടോ നിങ്ങള്? ഇല്ല. കുളിച്ചോ? ഇല്ലടോ. എന്നാ പോയത് കുളിക്കും മനുഷ്യ. ഇപ്പൊ കുളിക്കാം. പിന്നെ അച്ചുട്ടി, അത്താഴം കൊണ്ടിട്ട് പോയാൽ മതി കേട്ടാ. അല്ല, ഞാൻ പോവാ. എന്നാ പോയിക്കോ, അതാ നല്ലത്. ഇനിയിപ്പൊ അത്താഴം കൊണ്ടിട്ട് പോയാ മതി മോനെ. ഇപ്പൊ വേണ്ടമേ, അത്താഴം വിളമ്പി ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവും.
We heat and light our home and cook our food. ഒന്നാമന്റെ താണ്ഡവം കഴിഞ്ഞു. എവിടെ അടുത്ത അവതാരം? വരാനാവുന്നേ ഉള്ളൂ. മനസ്സ് വേർത്തിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. കുറച്ച് സമാധാനങ്ങളും കൊടുത്തിരുന്നെങ്കിൽ. എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പോ ബാലേട്ടൻ കുടിച്ചിട്ടാവും വരികയെന്ന് തോന്നുന്നു. എങ്കിലും ധാരാളമായി. പഴയ പാരമ്പര്യം പ്രതികാരം ഒക്കെ കേൾക്കാം. ഹലോ ആളിങ് എത്തിയല്ലോ. ഹലോ കൂട്ടുകാരാ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോയില്ലേ? ഓ വീഴല്ലേ? താങ്ക് യു. ഓ തമ്പിരാട്ടി, തമ്പിരാട്ടി ഇനിയും ശയിച്ചില്ല. ഓടാൻ വയ്യാത്തോൻ ചാടാൻ പോകരുത്. പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പ്രേമിക്കണം. ചാവണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ചാവണം. അല്ലാതെ ഒരുമാതിരി നാട്ടുകാരെയും വീട്ടുകാരെയും മെനക്കെടുത്തരുത്. ഇനിയിപ്പൊ പ്രശ്നമൊന്നും വേണ്ട. ബാലേട്ടൻ പോയി കിടന്നുറങ്ങ്. അങ്ങനെ എളുപ്പം തന്നെ ഉറക്കണ്ട. അറിയോ, ഈ ചന്ദ്രോത്ത് തറവാട്ടില് ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നു ഈ ബാലകൃഷ്ണൻ. മതി, കുടിച്ചു വന്ന് അത്താരം ഉണ്ടോ നോക്ക്. ഓ, കുളിപ്പിക്കല്ലേ, എന്നെ കുളിപ്പിക്കല്ലേ. ആരാടി നീ? തലയ്ക്ക് വെളിവില്ലാതായോ? ഞാൻ നിങ്ങളുടെ ഭാര്യ. ഓ, മൈ മിസ്സിസ് ഭാഗ്യലക്ഷ്മി. അറിയില്ലേ, ചന്ദ്രോത്ത് അനന്തൻ നായരുടെ മൂന്നാമത്തെ പുത്രി. എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ നിനക്ക് പുണ്യം തോന്നുന്നില്ലേ? എന്തൊക്കെയാ പറയണേ? ഇല്ലടി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മുറപ്രകാരം ഈ മുറച്ചെറുക്കന് പെണ്ണ് ചോദിച്ചു വന്നപ്പോ എന്റെ അമ്മയെ നിന്റെ അച്ഛൻ ആട്ടിയിറക്കി. ഒടുവിൽ ചട്ടുകാലി പെണ്ണിനെ ആരും കെട്ടാനില്ലാതായപ്പോ എന്റെ തലയിലോട്ടങ്ങ് കെട്ടിവെച്ചു. ഇല്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ബാലേട്ടാ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. എനിക്ക് തോന്നുമ്പം പറയും, തോന്നുമ്പം കരയും, തോന്നുമ്പം ചിരിക്കും. എന്നെ ഉപദേശിക്കാൻ ആരും മറന്നിട്ടില്ല. മനസ്സിലായ? മനസ്സിലായ? ആരും മറന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോ വളരാനാ? ദേ, എങ്ങോട്ടാ? ഒന്ന് മുറ്റം വേണം. എന്തിന്? കള്ളു കുടിച്ചവന്റെ കോമാളിത്തരം കേൾക്കാനോ? എന്നാ പിന്നെ ഇവിടെ നിൽക്കല്ലേ. ഛോ, ഓ, ഇനി തുടങ്ങി. സങ്കടമുണ്ട് അച്ചൂട്ടി, സങ്കടമുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. കണ്ടോ ആ കസേര? അതിലായിരുന്നു അന്ന് ചന്ദ്രോത്ത് അനന്തൻ നായർ ഇരുന്നിരുന്നത്. ദേ ഇവിടെ അല്ലടി ഇവൾ നിന്നിരുന്നത്, എന്റെ മുറപ്പെണ്ണ്. ദേ ആ തൂണിന് മറവിൽ ഞാനും എന്റെ അമ്മയും. ആ വാതിലിനപ്പുറത്ത് അമ്മായി തമ്പുരാട്ടിയും പരിവാരങ്ങളും മറഞ്ഞു നിന്നു. അതെ, ഞാൻ ഓർക്കുന്നു. അന്നൊരു ചിങ്ങമാസം 1-ാം തീയതിയായിരുന്നു. അമ്മയും ഞാനും മുറപ്രകാരം പെണ്ണ് ചോദിച്ചു വന്നു. വളരെ പ്രതീക്ഷയോടെയായിരുന്നു. എല്ലാം ഒരുക്കി ഞങ്ങൾ വന്നു. സമ്മതിച്ച ചിങ്ങം 18-ന് കല്യാണം. പക്ഷെ പെണ്ണ് ചോദിച്ചതും എന്റെ അമ്മയുടെ മുഖത്തിട്ട് അനന്തൻ നായർ ഫാ എന്നൊരാട്ട്. എന്താ പേടിച്ചു പോയ? അല്ല, പെട്ടെന്ന് ആട്ടിയപ്പോ പിന്നെ പറഞ്ഞിട്ടാട്ടാൻ പറ്റുമോ? ഇല്ല, തീർന്നില്ല. എനിക്ക് പെണ്ണ് തന്നാൽ ഈ തറവാടിന്റെ പടി കയറില്ല എന്ന് ആ മൂശേട്ട കഷണ്ടി മാസ്റ്ററുടെ ഒരു പ്രഖ്യാപനം. നാറി പടിയടച്ചു പിണ്ടം വെച്ചാലും പടി വിട്ടിറങ്ങില്ല ആ കോന്തം ആയിരുന്നു. എനിക്കല്ലേ അറിയൂ. നിക്കവിടെ. അയാള് കയ്യ് വിടുക. മാറുക. ചീള്. കള്ളു കുടിച്ചാ വായിച്ചിരിക്കണം. ആണോ? ആണോ? എന്നാലൊന്ന് കിടന്നാട്ടെ. എന്തിനാണോ കിടക്കണത്? കള്ളു കുടിച്ചാ വയറ്റിലിരിക്കണമെന്നല്ലേ പറഞ്ഞേ? ഒന്ന് കിടന്നു തരാതെ ഞാൻ എങ്ങനാ ഈ വയറ്റിലോട്ട് കയറി ഇരിക്കണേ? ബഹളം. അത്താഴം ഉണ്ടിട്ട് ഉറങ്ങാറായില്ലേ ഇതുവരെ? അയൽവക്കക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അടങ്ങും നിർബന്ധ. എടാ അച്ചൂട്ടി, നീ പോയില്ലേ? എങ്കി പോ. കള്ളും കുടിച്ചൊന്ന് വേണ്ടാതിനും പറയുമ്പോ അമ്മ എന്താ മിണ്ടാത്തെ? എടാ ബാലകൃഷ്ണ, അടിയൻ ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളും കുടിച്ചോണ്ട് ഈ വീട്ടിനകത്ത് ഇങ്ങനെ കയറി വരരുതെന്ന്. എടാ എവിടെ അച്ഛൻ എങ്ങാണ്ടോ ഒരു കാലത്ത് ഏതാണ്ടോ പറഞ്ഞെന്ന് വെച്ചാൽ നീ എന്താ എപ്പോഴും അവളെ ഇങ്ങോട്ട് കരയിപ്പിക്കുന്നത്? അവള് കരയണം. ആഹാ. ആ കണ്ണീര് കാണണം. അങ്ങ് അകലെ നിന്ന് 2 ആത്മാക്കൾ, എന്റെ അമ്മയും ദുഷ്ടനായ ഇവളുടെ അച്ഛൻ അനന്തൻ നായരും അമ്മായിയുടെ ഭർത്താവ്. That is my revenge.
ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകനായി വരുമ്പോഴേ മരപ്പട്ടിയും ചെഞ്ചീരിയും മുള്ളമന്തിയും ഒക്കെ അതാ അങ്ങ് പറമ്പിലാ. ഇപ്പൊ അതെല്ലാം കൂടി ഇങ്ങ് അകത്തായി. 2 പെൺമക്കളാ എനിക്ക്. അതാ ഇരിക്കുന്ന കണ്ണൊന്ന് നോക്കുക. എന്താ ഉള്ളതെന്ന് വെച്ചാൽ വീതിച്ചെന്ന് എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. സ്വസ്ഥായിട്ട് കഴിയാലോ. കഴിഞ്ഞ ആഴ്ച കൂടി ചേട്ടൻ എഴുതി ചോദിച്ചു പാർട്ടീഷന്റെ കാര്യം എന്തായെന്ന്. ആ ഞാൻ എന്നും പറയാറുള്ളതാണല്ലോ, കുഞ്ഞനന്ദൻ ഒരു വഴിക്ക് എത്താതെ ആരും ഇവിടെ സ്വത്തോഹരിയുടെ കാര്യം ആലോചിക്കണ്ട. വിഷം കഴിച്ചിട്ട് പോലും ഒരു വഴിയിലെത്താത്ത കുഞ്ഞനന്തൻ ഇനി ഏത് പെരുവഴിയിലെത്താനാ? കൂടപ്പറപ്പുകളെ ആരെയും എനിക്ക് വിശ്വാസമില്ല. എന്റെ കണ്ണടഞ്ഞ പിന്നെ എന്റെ മോൻ ആരും ഉണ്ടാവില്ല. അവന് കണ്ടക ശനിയ. എന്റെ ദേവി, എന്റെ മോനെ കാത്തോളെ. കണ്ടകശ്ശേരി കൊണ്ടേ പോകുന്ന ഇത് കൊണ്ടും പോകുന്നില്ല. ഇതെന്തൊരു പരീക്ഷണ ഭഗവാനെ. വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. മാങ്ങേണ്ടി അല്ലാതെ ഒരു കഷണം പോയി ഞാൻ ഒന്ന് കിട്ടത്തില്ല. രൂപവും ഭാവവും നോക്കി ഈ ഇരിപ്പിന്റെ അവസ്ഥ ഞാൻ പറയട്ടെ. തൊണ്ടയിൽ വലിയൊരു മുള്ള് വിലങ്ങനെ കുടുങ്ങി, പല്ലിളിച്ച് വാവൊളിച്ച് നിസ്സഹായ ഭാവത്ത് നിൽക്കുന്ന ഒരു പീറ പട്ടിയെ പോലുണ്ട്. എന്നേക്കൊക്കെ ഒരു കാര്യം ചെയ്യും. ഈ നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കകത്തേക്കിട്ട് ആ തടഞ്ഞു നിൽക്കുന്ന മുള്ളൊന്ന് എടുത്തു തരോ. മനുഷ്യനൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം. ചാവാൻ മെനക്കെട്ട് നടക്കുന്നവനാ. ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതിയുടെ ഉണ്ടാക്കല്ലേ. അളിയനാന്ന് ഞാൻ നോക്കുന്നില്ല. പോ 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 പോ. അയ്യോ, ഇപ്പോഴങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ പോട്ടെ കൂട്ടുകാരാ. സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിലൊക്കെ പിടിച്ച് കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിലുള്ള വിഷം നിനക്ക് കിട്ടായിരുന്നു. ഇത് നീർക്കോലി, മറ്റേത് ഞാഞ്ഞൂല്. പക്ഷെ രണ്ടിനും വിഷമുണ്ട്. പിന്നെ വൈകിട്ട് അവൾ അമ്പലത്തിൽ വരും. കാലത്ത് ശ്യാമളയെ കണ്ടു. എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടുവരാമെന്ന് അവളെ ഏറ്റിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്നെ നുള്ളി. അതെ, ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയറ് നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത്? ആണോ? വിഷമാടാ അവൾ ഊട്ടിയത്. ആമാശത്തിലെത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ തുപ്പിക്കളഞ്ഞ നീ രക്ഷപ്പെടും. തുപ്പടാ. നിനക്ക് എന്ത് പറ്റി? എന്താ അവള് പറഞ്ഞത്? അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യത്രേ. ബൈപ്പാസ് സർജറി നടത്തി അച്ഛന് വേണ്ടി അവൾ എന്നെ ബൈപ്പാസിൽ ചവിട്ടി ഇറക്കിയടാ. ദേവി പ്രസാദം തൊട്ടാൽ മനസ്സുമാറി അവളെ തിരിച്ചിട്ടുന്നല്ലേ നീ പറഞ്ഞു? മണ്ണാങ്കട്ട. ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ. മുറച്ചെറുക്കൻ അരവിന്ദാക്ഷം പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചിരിക്കും. ഇത് സത്യം, ഇത് സത്യം. അമ്മേ, ശക്തി തരണേ. വീട്ടിൽ പോടാ. ഇന്ന് 13-ാം തീയതി 11-നും 11:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ നീ മറ്റൊരു ജീവിതത്തിലേക്ക്, ഞാൻ മറ്റൊരു ലോകത്തേക്കും. കുന്തമാ ഈ ഷൂസ് ഒന്ന് ഇട്ടേരോ പ്ലീസ്. നിന്റെ ഡാഡിയോട് പറ. ഡാഡി മമ്മിയുടെ ബ്ലൗസ് തയ്ച്ചു കൊടുക്ക. അയ്യേ, കോന്തൻ ഡാഡി അല്ലേ. ഡാഡിക്ക് ബിപിയാ. എന്താ ബിപി എന്നറിയോ? ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യയെ പേടി. കോന്തള്ളി മുത്തച്ഛന്റെ വീട്ടിലെ കല്യാണത്തിന് കുന്തമാ വരുന്നില്ലേ? ഇല്ല. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മോളുടെ ഡാഡിക്കും മമ്മിക്കും ഒക്കെ ചിരിക്കാൻ ഒരു തമാശ ഒരുക്കണ്ടേ? എന്ത് തമാശ? അത് തിരിച്ചു വരുമ്പോ കാണാം. ഒരുക്കങ്ങൾ കാണുമ്പോ കല്യാണ പെണ്ണ് ഇവിടെയാണോ എന്നൊരു സംശയം. 11-നും 11:30-ക്കും മധ്യയാണ് മുഹൂർത്തം. ഇപ്പൊ തന്നെ മണി 10 നോക്കൂ. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ, കാക്കച്ചി കൊത്തി പോയി. അങ്ങനെയല്ല. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. ഇന്ന് കാക്കച്ചി കൊത്തി പോകും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയട്ടെ. എന്തായാലും മോനെ, കഴുതയുടെ കല്യാണത്തിന് 2 കൊരങ്ങന്മാർ കച്ചേരി നടത്താൻ പോകുന്ന പോലെയുണ്ട്. ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട്? കച്ചേരിക്ക് സമയമായി, കല്യാണത്തിന് സമയമായി. കൊരങ്ങ അല്ല, എന്നാണ് അവൻ വിളിച്ചത്. നമുക്ക് കാണാം. ഊണിനൊന്നും നിക്കില്ല. താലികെട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാനിങ്ങി പോരും. ഇവിടെ വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ മോനെ? സമയായി. അമ്മ റെഡിയായില്ലേ? വാ പോകാം. ഇതാ വരുന്നു. വരട്ടെ മോനെ. നടക്കും. ഒന്നുകൂടി വരുന്നുണ്ടോ? ആഹ്ലാദത്തോടെ പോയി ആശംസിച്ചു വരൂ.
കല്യാണ അടിയന്തരം കഴിഞ്ഞ് വരുമ്പോ ചാവടിയന്തരത്തിനുള്ള ഒരുക്കം ഞാൻ അവിടെ റെഡിയാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഒരപേക്ഷയുള്ളൂ. മരണാനന്തരം എന്റെ ശരീരാവയവങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യണം. കണ്ണുകൾ എന്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അവൾക്ക് നൽകണം. ഹൃദയം നിഷ്ഠൂരം ഞങ്ങളെ വേർപ്പെടുത്തിയ ഹൃദയമില്ലാത്ത അവളുടെ അച്ഛൻ ഓന്തുണ്ണുന്നാർക്ക് തന്നെ സമർപ്പിക്കണം. കിഡ്നി വിറ്റ് വല്ലതും കിട്ടുമെങ്കിൽ നീ എടുത്തോളൂ. അവശേഷിക്കുന്ന മജ്ജയും മാംസവും തെരുവ് വെട്ടികൾക്കോ ചെന്നായ്ക്കൾക്കോ കൊടുക്കരുത്. എന്റെ അളിയന്മാർക്ക് വേണം. അവർ സുഭിക്ഷം തിന്നോട്ടെ എന്ന് ഹൃദയപൂർവ്വം പരേതൻ. ചേർത്ത് കാണൂല. നാശങ്ങളൊന്നും തീയും മുട്ടിയിട്ടില്ല. നിർത്തോ, ഇവിടെ കാര്യമില്ല. അവന്റെ അമ്മയുടെ ഒരു അമ്മ ചാവാൻ നിർത്ത. അവന്റെ അമ്മയുടെ ഒരു പുല്ലിഞ്ഞ് പാവം പിച്ചക്കാരനാണ്. എന്തെങ്കിലും ഓ സാർ 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 എന്തെങ്കിലും പിച്ച തരണേ. ഇവിടെ ഇപ്പൊ ആരുമില്ല. ഉണ്ടായിരുന്ന പിച്ചക്കാരൊക്കെ ഒരു തെണ്ടിയുടെ കല്യാണത്തിന് ഭിക്ഷ ഉണ്ണാൻ പോയിരിക്കുക. സാറ് കുളിക്കായിരുന്നോ? ഇതെന്താ മണ്ണെണ്ണയില്? അതെ, ഇവിടെ എല്ലാവരും മണ്ണെണ്ണയിലാണ് കുളിക്കാറ്. കേട്ടിട്ടില്ലേ എണ്ണക്കിണറിന്റെ നാട്ടിലെ പൗരന്മാരെ പറ്റി? പേർഷ്യൻ സിറ്റിസൺസ്. തീപ്പെട്ടി ഉണ്ടായില്ലേ? ഇല്ല. ഒരു തീപ്പെട്ടിക്കോല് പോലും സ്വന്തമായി കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത താനൊക്കെ പിച്ചക്കാരനാണോ? പരത്തെണ്ടിയുടെ മോനെ പട്ടി. പേർഷ്യൻ സാർ, അവസാനത്തെ ഭിക്ഷയാണ്, അത് അറിഞ്ഞു കൊടുക്കണം. സാർ ഈ പാവത്തിന് എന്തെങ്കിലും തരണേ സാർ. ആവശ്യമില്ലാണ്ട് കിടന്ന് അലറി. സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത്. തെണ്ടികൾ കൊണ്ടുള്ള ഒരു അന്തസ്. സാർക്ക് അത് ഫീൽ ചെയ്തോ? സോറി സാർ. അമ്മേ, ദാ വച്ചോളൂ. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യ. പോയി നല്ലൊരു തെണ്ടിയായി ജീവിക്കൂ. 2, 3, 4, 5. ഹലോ, വാസുവേട്ടൻ എപ്പോഴാ വരിക? 84 മോഡലല്ലേ? ആയിക്കോട്ടെ, ശരി വാസുവേട്ടാ. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ, ശരി, വെക്കട്ടെ. പരേതൻ എന്താ കാലത്ത് തന്നെ വീട്ടിലെ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. എന്തായി? വാസുവേട്ടൻ ഇപ്പം വിളിച്ചിരുന്നു. 84 മോഡൽ വണ്ടി റെഡി. വൈകുന്നേരം 5 മണിക്ക് വണ്ടിയായിട്ട് വാസുവേട്ടൻ ഇവിടെ എത്തും. അടവുള്ളതാണോ? 75 രൂപ പ്രൈവറ്റ് CC ഉണ്ട്, ബാക്കി റെഡി ക്യാഷ്. കാര്യങ്ങളൊക്കെ വാസുവേട്ടൻ വരുമ്പോൾ പറയും. ചന്ദ്രോത്ത കുഞ്ഞനന്ദനല്ലേ ഇത്? അതെ. ഇയാളല്ലേ ഇന്നലെ കണക്ട് ചെയ്തത്? അതെ, ഇന്നലെ ചാടി ചത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്തേ? കോന്തുണ്ണി നായരുടെ മൂത്ത മോളായിട്ട് പ്രേമത്തിലായിരുന്നു അല്ലേ? ഭാര്യ പറഞ്ഞ അറിഞ്ഞത്. എന്നാ പറഞ്ഞ പോലെ നമുക്ക് വൈകിട്ട് വാസുവേട്ടൻ വരുമ്പോ കാണാം. ശരി ശരി, ഓക്കെ. എന്നാൽ ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാ സ്ത്രീകള്. ഷെയിം. ഇനി നാട്ടുകാരുടെ മുഖത്ത് താൻ എങ്ങനെയാ നോക്കുക? അടുക്കളക്കുട്ടന്റെ ചാട്ടം കിണറ്റ് വക്കോളം എന്നൊരു ചൊല്ലുണ്ട്. ഇംഗ്ലീഷിലും ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? പീപ്പിൾ ടോക്ക്, വാട്ട് ഡു ദേ ടോക്ക്, ലെറ്റ് ദം ടോക്ക്. ആളുകൾ പറയുന്നു, അവരെന്ത് പറയുന്നു, അവരെന്തും പറഞ്ഞോട്ടെ, അത്ര തന്നെ. സഹതപിക്കാൻ അറിയാത്ത സ്വന്തം വീട്ടുകാർ, പിന്നെയാണോ പരിഹസിക്കുന്ന നാട്ടുകാര്? എന്റെ ദൈവമേ, അതാ മറ്റൊരു കുരിശുകൂടി വരുന്നുണ്ട്. പോലീസ് വേഷത്തിലാണല്ലോ വരുന്നത്. അത് പേടിക്കാനില്ല, റെയിൽവേ പോലീസാ. പാമ്പിന്റെ വർഗത്തിൽ പെട്ടതാണെങ്കിലും നീർക്കോലിയെ പോലെയാ, വിഷം ഉണ്ടാവില്ലെന്നേ. റെയിൽവേ പരിസരത്ത് നിന്ന് കടി കിട്ടിയാലേ ഇതിന്റെ വിഷം ഏൽക്കുള്ളൂ. എത്തി. പോയോ? അറിയൂ മിസ്റ്റർ കുഞ്ഞനന്ദൻ? യെസ്. ഒരു മിനിറ്റ്, കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എന്നെ മനസ്സിലായി കാണുമല്ലോ.
ഐ ആം അരവിന്ദാക്ഷൻ ഫ്രം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അതിന് അതിനൊന്നുമില്ല, ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. ഇന്നലെ ഒരു ലാസ്റ്റ് നൈറ്റ് ഉണ്ടാക്കാൻ ഞാനും ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു പോയി. വീണ്ടും ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വിജയിച്ചേക്കും. കാര്യങ്ങൾ മുഴുവൻ ശാന്തിനി എന്നോട് തുറന്നു പറയും. പ്രായത്തിന്റെ പക്വതക്കുറവ് ഞാനതത്ര കാര്യമാക്കുന്നില്ല. മിസ്റ്റർ കുഞ്ഞനന്ദൻ, ഞാനൊരു സങ്കുചിത മനോഭാവക്കാരനല്ല. വളരെ ഓപ്പൺ ഹാർട്ടാണ്, വിശാല ഹൃദയൻ. വിശാല ഹൃദയനായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒരു പാവം കാമുകൻ എന്ന നിലയ്ക്ക് ഇപ്പോഴും അവളെ തിരിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സ്വീകരിക്കോ? സ്വീകരിപ്പിക്കാം. എന്ത് തോന്നിയാസോടെ താൻ പറയുന്നത്? അവളിപ്പോ അന്യന്റെ ഭാര്യയാണ്. അപ്പൊ അവള് നിങ്ങളുടെ കയ്യിൽ നിന്നും പോയോ? തമാശ വേണ്ട. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മറക്കാം, പൊറുക്കാം. പക്ഷെ ഇന്നവൾ എന്റെ ഭാര്യയാണ്. അറിയാം, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ. മിനിങ്ങാന്ന് വരെ ഞാൻ അവളുടെ കാമുകൻ, ഇന്നലെ മുതൽ നിങ്ങൾ അവളുടെ ഭർത്താവും. തന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ അവളെ മറന്നേ പറ്റൂ. അവളെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം. എന്നാ പോയി ചാവട പുല്ലേ. ചാവാം, ചാവാം. കാമുകിയുടെ ഭർത്താവ് റെയിൽവേ പോലീസായ സ്ഥിതിക്ക് റെയിൽവേ പാളത്തിൽ തന്നെ തലവെച്ച് ചങ്ങാം. എന്നിട്ട് ആ ശവത്തിന് തന്നെ കാവല് നിർത്താം. പോരെ? ഓക്കെ, നമുക്കിനി റെയിൽവേ പാളത്തിൽ കാണാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇവ മാനസിക രോഗിയാണ്. കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. ആരാടത്? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്റെ തല, എന്റെ അമ്മ. ഓ ഓ, പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കല്ലും വീണു. എന്തിനാ അവിടെ പോയി ഒളിച്ചത്? ഒളിച്ചതല്ല, വെളിക്ക് ഇരിക്കാൻ പോയതാ. ഈ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? ഇനി പറ്റരുത്. ഏത് ട്രാക്ക് കൂടിയാ നോക്കാം. അപ്പുറത്തെ ട്രാക്കാ. ഇങ്ങോട്ട് വാ. ഇവിടെ വാടാ. ഒക്കെ ഞാൻ ഒളിച്ചിരുന്ന് നോക്കുകയായിരുന്നു. അത് പേഴ്സണലായിട്ട് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ. ഓഹോ, ആത്മഹത്യോ? സത്യം പറയടാ, മോഷ്ടിക്കാൻ വന്നതല്ലേ നീ? അയ്യോ, സത്യമായിട്ട് ഞാൻ മരിക്കാൻ വന്നാ സാർ. അഭിനയം കൊള്ളാം. ഇന്ന് ഏത് വിടായിരുന്നു ലക്ഷ്യം? എന്റെ പെറ്റമ്മയാണ് സത്യം. ഞാൻ മോഷ്ടിക്കാൻ വന്നല്ല, ചാവാൻ വന്നതാ. കണ്ടപ്പോൾ ഒളിഞ്ഞിരുന്നു. ഏറുകൊണ്ടപ്പോ വെളുക്കിരിക്കാൻ വന്നതാണെന്ന്. ഇപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ ട്രാക്കിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസ പ്രകടനങ്ങൾ. അത്യാവസ്ഥ നിന്നെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം. സാധാരണ രീതിയിൽ ചോദിച്ചാൽ ഇത് സത്യം പറയില്ല സാർ. ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം. നീ സത്യം പറയില്ലല്ലടാ. വലിയ വേഷം കെട്ടുകാരനാ. എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു.
ഒരുപാട് സൂത്രങ്ങൾ ഉണ്ട് ഇവന്റെ കയ്യില്. ആണോടാ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവമാണ്. എന്തോ പാവോ? പെമ്പിള്ളാരുടെ മനസ്സ് മാനഭക്ഷിക്കില്ലടാ നിന്റെ ജോലി. ട്രാക്കിനടുത്തുള്ള റെയിൽവേ ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം. റെയിൽവേ ക്വാർട്ടേഴ്സ് അല്ല, റെയിൽവേ സ്റ്റേഷൻ വരെ ഇവ അടിച്ചു മാറ്റും. ഇവൻ കാണാൻ ഇത്ര ഉള്ളെങ്കിലും ആളൊരു കൊടും ഭീകരന. എന്താ നോക്കി പഠിപ്പിക്കുന്ന ചെറിയല്ലടാ, അവന്റെ നോട്ടം നോക്ക് മൂങ്ങിയ പോലെ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ നീലടാ. വീടോ? വീട് മോഷണം. എന്റെ പൊന്ന് സാറേ, സത്യട്ടോ ഞാനല്ല. പിന്നെ ആരാടാ? പ്രതികാരത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കരുത് പ്ലീസ്. പ്രതികാരോ? നീ അന്ന് എന്താ പറഞ്ഞത്? റെയിൽവേ ട്രാക്കിന് തലവയ്ക്കും, എന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് എന്നെ കാവലർത്തുന്നല്ലേ? ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ മാറ്റി തരാടാ. റെയിൽവേ പോലീസ് അരവിന്ദൻ ആരാന്ന് എനിക്ക് ചിലരെയൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട്. സർ, പ്രതി ഇത്ര ഭയങ്കരനായ സ്ഥിതിക്ക് നമുക്ക് തല്ലി പറയിപ്പിക്കണ്ട, തലോടി പറയിപ്പിക്കാം. അതാണ് സാർ ബുദ്ധി. തെളിയിക്കപ്പെടാത്ത കേസുകൾ ഇനി എത്ര ബാക്കിയുണ്ട്? അതിപ്പോ ലേറ്റസ്റ്റ് ഭവനഭേദനം അടക്കം മൊത്തം 6 എണ്ണം ഉണ്ട്. എങ്കിൽ അത് മുഴുവൻ ഇവന്റെ പേരിൽ ചാർജ് ചെയ്തേക്ക്. മിണ്ടി പോകരുത്, ഒലക്കൊക്കെ ഉരുട്ടും ഞാൻ. സാറേ, ഗുഡ് മോർണിംഗ്. മുണ്ട് താക്കീട്. അതഴിച്ചിട്ട് പോവാ. പിന്നെന്തത്ര ലേറ്റ്? ഈ സത്വത്തിന്റെ പാപിയായ അളിയന്മാരാ ഞങ്ങള്. കണ്ടപ്പോഴേ തോന്നി അലിയൻസിന് വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ബെസ്റ്റ് കൂട്ടുകാരൻ. ഈ സാധനത്തിന് ആവശ്യമില്ലെങ്കിൽ ജാമ്യത്തിനെടുക്കാൻ വന്നാൽ ഞങ്ങള്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ജാമ്യത്തിൽ എടുക്കൂ. അങ്ങനെ പിന്നെ? കിട്ടിയാൽ ഇതിന് ജാമ്യം കിട്ടൂല. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്നാലും ഒന്ന് ട്രൈ ചെയ്തൂടെ? ഇവിടെ ട്രൈ ഇല്ല. അല്ല, ട്രൈ കിട്ടൂല, ഫ്രൈ ആക്കി തരാം. എന്റെ റെഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് മേനിയാന്നാ പറഞ്ഞ. അപ്പൊ മലയാളത്തിലോ? എന്ത് വെട്ടിത്തരഭ്യ പറയണം. മലയാളത്തിൽ ഇങ്ങനെ രോഗമില്ലല്ലോ. ഒരുതരം പ്രത്യേക രോഗമാണത്. ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? മരണം അഥവാ ഡെത്ത്. എടോ, ഇനിയിപ്പം കളിക്കളവും കരിക്കളവും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം. അതെങ്ങനെ? കുഞ്ഞനന്തന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരട്ട തള്ള പറഞ്ഞത്. അപ്പൊ കുഞ്ഞനന്തൻ മരിച്ചാലോ? ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടിഷൻ നടക്കില്ല. മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ്. മരിക്കുമോ മാഷേ? മരിക്കും, ഇല്ലെങ്കിൽ മരിപ്പിക്കും. എടോ, എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. മാഞ്ചിയം തേക്ക് കൃഷി ഒഴികെ. ഒരു സത്യം പറയട്ടെ, ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. പറ. ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല അല്പം കളിച്ചോറും ഉണ്ടെന്ന്. താങ്ക് യു. വെൽക്കം വെൽക്കം. അമ്മ ഇല്ലാത്തതിന്റെ വിഷമം നിനക്ക് അറിയില്ല. എടാ, കണ്ണു പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ. കേവലം ഒരു പെണ്ണിനോടുള്ള വാശിക്ക് വേണ്ടി നീ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ. എനിക്ക് ആരോടും വാശിയൊന്നുമില്ല. എടാ, അവള് മറ്റൊരുത്തന്റേതായി, പിന്നെ എന്തിനായി പേക്കുത്ത്? അല്ലെങ്കിൽ അവൾ ആർക്ക് വേണം? എടാ, അവൾ എന്താടാ ഭൂലോക രമ്പയാണോ? ഇപ്പൊ ആലോചിക്കുമ്പോൾ അതിന്റെ ഒരു വൈരൂപ്യം മനസ്സിലാവണേ. തെറിച്ചു വീഴാൻ പോകുന്ന തുറിച്ച് 2 കണ്ണുകൾ, വക്ക് മൂലയും ശരിയല്ലാത്ത വൃത്തിയട്ട കുറച്ച് പല്ലുകൾ, മോന്തയിൽ അരിഷ്ടിച്ച് കഴിയുന്ന ചതഞ്ഞരഞ്ഞൊരു മൂക്ക്, മൂക്കിനും കീഴ്ത്താടിക്കുമിടയിൽ ഈ വിരലിനോളം പോകുന്ന 2 ചുണ്ടുകൾ. മൊത്തത്തിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഭയങ്കര ബോറായിരിക്കുമല്ലേ? അയ്യേ, വൃത്തിയിട്ടൊരു സാധനം. നിനക്കത് ഫീൽ ചെയ്തില്ലടാ? അതേ കുറുക്കൻ. എങ്ങനെ? അല്ല കൂട്ടുകാരാ, ഇതേ സാധനങ്ങൾ തന്നെ ആയിരുന്നില്ലേ നീ എന്ന് വാഴ്ത്തി പാടിയിരുന്നത്? ഇപ്പൊ അത് കഴിക്കുന്നു, പുളിക്കുന്നു അല്ലേ? പണ്ട് നമ്മൾ മുന്തിരിത്തോപ്പ് കണ്ടില്ലേ? അതേ കുറുക്കൻ. നീ നിങ്ങോട്ട് മാറിക്കേ. ഞാനേ സ്കൂട്ടറായിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. അതെ, പെട്ടെന്ന് വരാടാ. വാസുവേട്ടൻ പറഞ്ഞേപ്പിച്ച വണ്ടി അത്. കുറച്ച് വൈകിയ വാസുവേട്ടൻ പിടിച്ച് വിഴുങ്ങി കളയോ? വാസുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ നീ. 2 ആളെ കൊന്ന ആളാ വാസുവേട്ടൻ. പണ്ട് ബോംബെയിൽ അധോലോകത്തിലായിരുന്നു. ദേഷ്യം പിടിച്ച ഇപ്പോഴും പെശക. പോട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. നിർത്ത്. നീ എവിടേക്കാ ഇപ്പൊ പോണത്? ടൗണിലേക്ക്. എടാ, എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഇടിച്ച് ചാവാനല്ലടാ നീ ഇപ്പൊ പോണത്, അല്ലടാ? സത്യമായിട്ടും അല്ലടാ. ബസ്സിന് കൊടുക്കാൻ കൈ കാശില്ലാത്തോണ്ടാ ഈ വൃത്തിയിട്ട സാധനം തള്ളിക്കൊണ്ടു പോണത്. എന്തായാലും ഇന്ന് ചവൻ ഉദ്ദേശമില്ല. അപ്പൊ നാളെ അത് നേരിട്ട് കാണാൻ യോഗം ഉണ്ടെങ്കിൽ അറിയിക്കാം. ജാമ്യത്തിലിറക്കി ഇപ്പൊ അളിയന്മാരെ കോടതി കേട്ടുള്ള പരിപാടിയാ. ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്നാ ഒന്ന് കാണാം. ഇതെന്താ പന്തവും കൊണ്ട് പെരിച്ചാടി നിക്കണ പോലെ? എന്റെ
തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു കാണാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരുത്തരുതോ. അയ്യോ, ഏത് മൃഗാണോ ഇപ്പൊ വെളിയിൽ ചാടാൻ പോകുന്നേ? എലി എനിക്ക് ഭയങ്കര പേടിയാ. മിസ്റ്റർ, എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കരുതാ പട്ടി. ഒരു ആത്മസമ്മേനം മിണ്ടി പോകരുത്. കുറെ നേരായിട്ടാ സഹിക്ക. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ ഒന്നുകളയും ഞാൻ. ഈ കൊക്കിന്റെ പോലുള്ള കഴുത്തും ഞെക്കിയാ മതി. താങ്ക് യു. ഇനി ഞാൻ പോയി വരട്ടെ. രാത്രിയിൽ യാത്രയില്ല. പുറത്താരോടും പറയണ്ട, കുറച്ചിലെനിക്കാ. ഓക്കെ. ഇതും ഒരു അളിയൻ. വലിയ വലിയ കൊടുത്തോ? തല്ലാനൊന്ന് കൈ ഓങ്ങിയപ്പോ തന്നെ മാപ്പ് പറഞ്ഞു വന്നു. അയ്യേ വാഷളെ, താനൊന്ന് പോണോ? അവൻ കാല് പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. മാഷേ, ഒരു സംശയം. ഇവിടെ ആരാ കാക്ക, ആരാ കൊക്ക്? അതിപ്പോ ഞാൻ വിശദീകരിക്കണോ? മാഷേ, എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത്. ചക്കിനും? അതെ. മൂത്ത അളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട്. കേൾക്കണോ? ഇരിക്ക്. തന്തയ്ക്ക് ജനിക്കാത്തവൻ, നിന്നിടം തുറക്കുന്നവൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ, കുടിക്കുന്ന വെള്ളത്തിൽ. ഇന്ന് അവനോട് തോച്ചിട്ട് കാര്യം വേണ്ട, ഇപ്പൊ പോവണ്ട. കാലത്ത് ഫ്രഷ് ആയിട്ടൊന്ന് കൊടുത്താൽ മതി. ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും. തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്റെ തന്ത, നിന്നിടം തിരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ കാരണവൻ. എടാ, ചുണയുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത്. അരിമണിക്ക് വകയില്ല. ഹൗ ഹൗ തരിവളയ്ക്കാ മോഹം. ശാകാൻ പോലും യോഗമില്ലാത്ത ജന്തു. ഇവിടെ കൊന്നുകളയും ഞാൻ. വരുന്നില്ലേ നിങ്ങളെ? ഇതാ വരുന്നു. എടാ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് ചത്ത് കാണിക്കും. ഇവിടെ നോക്ക്, അല്ലാതെ ഒരു തരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ ഉറച്ച് ചവിട്ടിനെ ശരിപ്പെടുത്തി കളയും. ഒന്ന് വരുന്നുണ്ടോ? ഇതാ വരുന്നു മഹാലക്ഷ്മി. ഓ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ചു ജീവിക്കണ്ട പട്ടി. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി. മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും. എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച എന്റെ അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും. ചന്ദ്രോത്തെ മൺമറഞ്ഞ വലിയ കാരണവരാണേ സത്യം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രതികാരപൂർവം പരേതൻ. എടാ ഡ്രില്ലിമോഷേ, ജീവിക്കാൻ സമ്മതിക്കാത്ത പട്ടി, തീറ്റിക്കൂടാ ഞാൻ. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ, തളരും ഇതറുദിനമെൻ മനസമനില പോയി. എൻ ജീവന തന്നാലും നീ കൈകൊള്ളുന്നതില്ലയോ?
മരിക്കാനുള്ള മോഹവുമായി ഞാൻ എന്തെല്ലാം പാഴ്ശ്രമങ്ങൾ നടത്തി. അല്ലയോ ദൈവമേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ ഒന്ന് മരിക്കാൻ സമ്മതിച്ചൂടെ? ബിസിനസ് സംസാരിക്കാനെന്നും പറഞ്ഞ് സൽക്കരിച്ചല്ലാതെ താനിനി ഈ കാര്യം പറഞ്ഞില്ലല്ലോ. ഇതും കൂടി കാലിയാക്ക്, എന്നിട്ട് കാര്യം പറയാം. താൻ എന്നെ ഫിറ്റാക്കിയ കാര്യം നേടാൻ നോക്കണോ? അയ്യോ, ഇതൊക്കെ വാസോട്ടന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. എന്തിനാ എന്നെ സന്തോഷിപ്പിക്കുന്നത്? എന്താ തനിക്ക് പറയാനുള്ളത്? വാസോട്ടിനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നിരിക്കണേ, എന്നെ കൈവടിയരുത്. എന്താ തനിക്ക് വേണ്ടത്? കരുണ. കരുണേ? അതെ, കഠിന ഹൃദയനാണെങ്കിലും ഈ വലിയ ശരീരത്തിൽ നിന്നും ഇത്തിരി കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. തരില്ലേ? കരയണ്ട, ഇല്ലേ? കരയണ്ട, കരയണ്ട. എന്താ കാര്യം വെച്ചാൽ തുറന്നു പറയൂ. ഈ ശരീരത്തിന് കരുണയൊക്കെ ചോദിച്ചാൽ ഞാൻ കെണിഞ്ഞു പോകും. ഈ കൈ കൊണ്ട് തരാവുന്ന എന്താന്ന് വെച്ച് ചോദിക്കും, ഞാൻ തരാം. അത് പിന്നെ വാസുവേട്ടൻ ഒരാളെ കൊല്ലണം. അറിയാം, പണ്ട് ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോ 2 ആളെ കൊന്ന കൊലയാളിയാണ് വാസുവേട്ടൻ എന്നറിയാം. അത് പണ്ട്. ഇപ്പൊ ഞാൻ കൊലയൊക്കെ നിർത്തിയതാ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഈ ഒരു കൊല കൂടി. ഇത് 5000 രൂപയുണ്ട്. തൊഴിലേഖത്തിനാ, ഇത്രേ സമ്പാദിക്കാൻ പറ്റുള്ളൂ. സ്വീകരിക്കണം. എന്താ പ്രശ്നം? മൊത്തം പ്രശ്നമാണ് വാസുവേട്ടാ. 3-4 തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതെല്ലാം സ്വയം ഭാരങ്ങളായി. ഓഹോ, അപ്പോ അവൻ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവനാണ്. അതെ. ഞാൻ കൊന്നില്ലെങ്കിലും അവൻ മരിക്കോ? എങ്കിലും അവനെ കൊന്നേ പറ്റൂ. പറയൂ, ആരാണവൻ? ഞാൻ തന്നെ. താനോ? കൈ വെടിയരുത് വാസുവേട്ടാ, ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു പോയി. എഴുന്നേൽക്ക്. തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കൊല്ലാം. താങ്ക്സ്. ഇപ്പോഴാണൊന്ന് മനസ്സമാധാനായത്. അധോലോക പാരമ്പര്യമുള്ളവർ പ്രതിഫലം പറ്റിയാൽ സ്വന്തം തന്തയുടെ ആയാലും തലയെടുക്കുന്ന കേട്ടിട്ടുണ്ട്. എങ്ങനെ മരിക്കാനാ ഇഷ്ടം? ഒരാഗ്രഹമുണ്ട്. ഈ നഗരത്തിലെ ഏറ്റവും വില കൂടിയ കാറുകൊണ്ട് ഇടിച്ചു മരിക്കണമെന്ന്. അതെന്തിനാ? മരണത്തിലൊരു അന്തസ്, ഐ മീൻ റിച്ച്നെസ്. പിന്നെ മരണാനന്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ ഓപ്പിൽ കുടുംബത്തിന് വല്ലതും കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ഉപദ്രവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മരണമെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. സത്യമായിട്ട് നാം മരിക്കേണ്ടവനാണ്. നല്ലൊരു ഹൃദയമുണ്ട്. ഇന്ത്യക്ക് 10 ദിവസം, അതിനുള്ളിൽ തന്നെ ഞാൻ തട്ടിയിരിക്കും. കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞ റെഡിയായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞ് സമാധി ഒരുക്കാനൊന്നും പറ്റില്ല. 10 ദിവസത്തിനുള്ളിൽ കാറിന്റെ രൂപത്തിൽ വരുന്ന കാലനെ എവിടെയും പ്രതീക്ഷിക്കാം. റോഡിലാവാം, കോളേജ് ജംഗ്ഷനിലാവാം, ഒരുപക്ഷെ ബീച്ചിലാവാം. എവിടെയും ധൈര്യമായി പോയിക്കൊള്ളൂ. എന്റെ ജീവിതം ധന്യമായി വാസുട്ടാ. മരിച്ചാലും ഞാൻ കടപ്പെട്ടവനായിരിക്കും. പ്രതീക്ഷയോടെ ഞാൻ വിട പറയട്ടെ. അച്ഛൻ നേരത്തെ മരിച്ചു. ഹിന്ദിയിൽ അച്ഛനെ ഞാൻ പറഞ്ഞത്. സോറി, ഒരു നിമിഷം ഞാൻ ബോംബെയിൽ അധോലോകത്തിലായി പോയി. വയ്ക്കോ, നിൽക്കൂ. പുറയുന്ന വിളിക്കല്ലേ. ഭഗവാൻ ആപ്കാ ബലാ കരോ. ആയിക്കോട്ടെ. വേഗം വരണേ. വാസോട്ടൻ കനിഞ്ഞില്ലെങ്കിൽ. വാസുവേട്ടനോ? അതാരാ മോനെ? അത് പിന്നെ അതെ, വാസോട്ടൻ. അമ്മ പണ്ട് പാടാറില്ലേ, പൂതനെ കൊന്നനാഥ വാസുദേവ കൈതൊഴുന്നേന്ന്. അതുപോലൊരു വാസോട്ടൻ. പോട്ടെ. എന്റെ ദേവി ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. ഇതാര്? നീയോ? അല്ല, ഞാൻ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എനിക്കതില്ല. നീ എന്താ ഇവിടെ? അത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ സെൻസസ് എടുക്കാൻ ഇറങ്ങിയതാ. എന്തെങ്കിലൊക്കെ ഒരു തൊഴിൽ ജീവിക്കണ്ടേ. അല്ല, നീ എന്താ വിമൻസ് കോളേജിന്റെ മുന്നില്? ഇനി വല്ല വണ്ടിക്കച്ചവടത്തിനെങ്ങാൻ ഇറങ്ങിയതാണ്? അല്ല, അത് പിന്നെ വണ്ടിക്കച്ചവടം അല്ല, ഈ പിന്നെ തെണ്ടിക്കച്ചവടത്തിനാണോടാ തെണ്ടി? വാസുവേട്ടനെ കാണാൻ വന്നതാ. എടാ, ഞാനും വാസുവേട്ടനെ തേടി കിടക്കല്ലേ. നീ എന്തിനാ വാസുവേട്ടനെ തേടുന്നേ? അല്ല, അത് പിന്നെ നിന്നെ കാണാതായപ്പോ ഞാൻ വാസുവിനെ തേടാന്ന് വെച്ചു. വാസുവിനെ തേടി കഴിഞ്ഞാലല്ലേ പിന്നെ നിന്നെ തേടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മതി മതി മതി, ഉരുളണ്ട. എന്തോ ഒരു കള്ളം നിന്റെ മനസ്സിലുണ്ട്. എടാ, ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ മാറി. അതിന്റെ മിസ്സായി. എന്ത്? നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്ന് വിശാലായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നീ ഒരു കാര്യം, നീ പൊക്കോ. എന്തിനാ റോഡിൽ നിന്ന് സംസാരിക്കുന്നത്? അതെന്താന്ന് വെച്ചാ, തൊഴിൽ മന്ത്രി ആ റോഡിലൂടെ ഇപ്പൊ പോകും. കൈ നീട്ടിയാൽ ഒരു തൊഴിൽ തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടുകാരന് വേണോ? വേണേ വേടാ. വാസുവിന് ഇപ്പൊ അന്വേഷിക്കണ്ടാവും.
നല്ല പ്രാന്തൻ. 7 ദിവസമോ? അതെ, 7 ദിവസം എന്ന് വെച്ചാ അത് പിന്നെ അല്ല, ഈ വാവിന്റെ കാര്യമാണോ കുഞ്ഞനന്തം പറയണത്? കർക്കിടവാവ് വച്ചാ ഇനിയിപ്പോ 7 ദിവസമുള്ളൂ. അതെ അതെ, ആ, വാവിന്റെ കാര്യം തന്നെ. ഇനി 7 ദിവസം മാത്രം. വാവു നാളുകളിൽ മരിച്ചുപോയവരെ തൃപ്തിപ്പെടുത്തണം. ഇലയിൽ എള്ളും ചോറൂരിലെയും വച്ച് കറുകപ്പുൽ മോതിരവും അണിഞ്ഞ് പ്രാർത്ഥനാപൂർവം അങ്ങേ ലോകത്തേക്ക് നോക്കി കൈകൊട്ടി വിളിക്കണം. ആര്? പിതൃക്കളെ. ആകാശച്ചെരുവിൽ നിന്നും പിതൃക്കളായി വെലിക്കാക്കകൾ പറന്നു വരും. അതിലൊരു കൊച്ചു കാക്കയായി. ഹലോ, പ്രേമിക്ക? അല്ല, ഐസ്ക്രീം കഴിക്കാൻ. കഴിച്ചോളൂ കഴിച്ചോളൂ. എന്താ ആഘോഷം? പിറന്നാളാ. ആരുടെ? എന്റെ. ഉം. ഉദരം വഴിയാണ് ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴിയെന്ന് എനിക്ക് ഇപ്പഴാ ബോധ്യായത്. നീ പഠിച്ച കാമോനാ. തിരിച്ചോളൂ, ശരിക്കും തിരിച്ചോളൂ. ആമാശയത്തിൽ കയറി വെടിവെക്കല്ലേ എന്റെ പൊന്നു കൂട്ടുകാരാ. വേഷായിട്ട് കാച്ചിണ്ടല്ലോ. ആദ്യമായിട്ട് ഐസ്ക്രീം കഴിക്കുന്നേ? അല്ല, രണ്ടാമത്തെയാ. നന്നായി. എന്തായാലും ഈ ആഘോഷം എന്റെ വക ആയിക്കോട്ടെ. വേണ്ട, ബില്ലിങ് തന്നെ. എപ്പോഴും പറ്റില്ലല്ലോ. ഇതെന്റെ ഒരു പാവന സ്മരണയ്ക്ക്. ആവും കാലം ചെയ്താ ചാവും കാലം കാണുന്നു. അയ്യോ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ ആ റോഡിൽ കിടപ്പുണ്ടാവും. എന്ത്? അത് നിൽക്കണ്ടാവും. നീ ഇനിയും ചത്തില്ലേ? കാലന് പോലും താല്പര്യമില്ലാത്ത കേസല്ലേ? കാലനുമായൊരു ധാരണയിലെത്തി. താമസിയാതെ തന്നെ ചത്തുതരാം. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. ആരോഗ്യത്തിനും വലിയ കുഴപ്പമില്ല. വല്ല നാട്ടുവൈദ്യന്മാരെ ഒന്ന് കാണിച്ചൂടെ? ഒരുവിധം വട്ടൊക്കെ ഇപ്പൊ ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. പരിഹസിക്കരുത് പ്ലീസ്. റെയിൽവേ ട്രാക്കിൽ എന്റെ ഡെഡ് ബോഡിക്ക് തന്നെ കാവൽ നിർത്താൻ പറ്റാത്തതിലുള്ള ഫീലിങ്സ് എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. നിന്റെ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലും ഒരു കള്ളന്റെ ബോഡിക്ക് ഞാൻ കാവൽ നിന്നല്ലോ പോലീസ് സ്റ്റേഷനില്. റെയിൽവേ പോലീസിനോട് കളിച്ചാലുള്ള അനുഭവം ഇപ്പൊ മനസ്സിലായില്ലേ? തെളിയിക്കപ്പെടാത്ത 6 കേസുകൾ ഈ തലയിലോട്ട് വച്ചു തന്നതിൽ വളരെ നന്ദിയുണ്ട് സുഹൃത്തേ. അത് പ്രതികാര രൂപത്തിൽ തിരിച്ചു വന്ന പോരെ? പ്രതികരിക്കാൻ പോലും കഴിയാത്തവന് ഇനി എന്ത് പ്രതികാരാണോ? പാപ്പരത്തം സ്വയം സമ്മതിക്കുന്നു. ജീവിച്ചുകൊണ്ട് ഒരു പോലീസുകാരനോട് പോലും പ്രതികാരം ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ ബോധ്യായി. നല്ലത്. പക്ഷെ മരിച്ചാലോ? തീരെ പറ്റില്ല. പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. എങ്കിൽ 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, പ്രതികാര ദാഹവുമായി പ്രതികരിക്കാൻ എന്റെ പ്രേതാത്മാവ് തന്നെ തേടി വരും. ഉടൻ പ്രതീക്ഷിപ്പിൻ. ഇന്റർവ്യൂ ഇന്റർവ്യൂ. എന്താണോ വല്ലവന്റെ മണി ഓർഡർ മോഷിച്ചിട്ട് തല്ല് കിട്ടി എനിക്ക്? നമ്മൾ രക്ഷപ്പെട്ടു മാസേ. കുഞ്ഞനെന്തിന് ജോലി കിട്ടാൻ പോകുന്നു. ഇന്റർവ്യൂവിനുള്ള കാർഡ് നോക്കി. എന്താ? കോ കമ്പനിയിൽ കുഞ്ഞനെന്തിന് ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. എനിക്ക് ഈ കണ്ണ പിടിക്കരുത്, ഒന്ന് വായിച്ചേ. തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് ചെല്ലണം. അപ്പോയിന്റ്മെന്റ് ടൈം കാലത്ത് 10 മണിക്കാ. എന്റെ ദേവി, വിളി കേട്ടല്ലോ. കാലത്തെ തപാലിൽ തന്നെ കത്ത് കണ്ടപ്പോ അതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇന്നിനി ഈ പഞ്ചായത്തുകാർക്കും കത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. മാഷെ ഇങ്ങോട്ട് വന്നേ. വാന്ന്. ഇനി പ്രശ്നമില്ല മാഷെ. ജോലി കിട്ടിയ സ്വത്തുഭാഗം നടക്കുമല്ലോ. എടോ, ചെകുത്താനും ചില നേരം ദൈവം ആകുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ദൈവം തരും. ഇന്റർവ്യൂ കവർ കവർ കവർ. കിട്ടുവല്ലേ? എടാ, നിന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. വാടി, നമുക്ക് കളിക്കാം. ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വെറും ഒരു ഫോർമാലിറ്റിയാ. ജോലി കിട്ടണമെങ്കിൽ മോളിലുള്ള ആൾ കഴിയണം. മോളിലുള്ള ആളോട് ഈ അമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോനെ. അമ്മ പ്രാർത്ഥിച്ച ആളല്ല, അതിന്റെയൊക്കെ മോളിൽ ചിലരുണ്ട്. രാഷ്ട്രീയക്കാരുടെ ശുപാർശകളല്ലാതെ ദൈവങ്ങളുടെ ദയാർജി അവർ സ്വീകരിക്കാറില്ല. ഡോ, ഈ കോയൻകെ കമ്പനിയിൽ ഇന്റർവ്യൂവിന് വിളിക്കാന്ന് വെച്ചാൽ തന്നെ ജോലി കിട്ടിയ മതില്ല. ഇപ്പൊ ഇങ്ങനെ ചടച്ചെടുക്കുന്ന നേരം കൊണ്ട് ഒന്ന് പോയി നോക്കിക്കൂടെ എനിക്ക്? വേഷം കെട്ടിപ്പോയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഏ മാത്രമല്ല, ഏ? 10 ദിവസത്തിന് ഇനി 3 ദിവസം ബാക്കിയുള്ളൂ. 3 ദിവസവും? അത് പിന്നെ അതെ, മാസം തികയാൻ ഇനി 3 ദിവസം. എന്താ മാസം ചെയ്യാൻ? താൻ എന്താ പ്രസവിക്കാൻ പോവാ? എടോ, ഇനി മാസം ചെയ്യാൻ 6 ദിവസമുണ്ട്. 3 ദിവസം എന്താ വിഴിക്കണം? അല്ല, 6ന്റെ പകുതിയാണല്ലോ 3. അപ്പൊ 3 3 ടോട്ടൽ 6. അത് നേരാ. അതിനേക്കാൾ വേണ്ടന് വേണം. 3 3 6. 3 ആയി.
എടോ ഈ പണ്ടാറക്കാലിന് ജോലി കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. എങ്ങനെയെങ്കിലും ഇതിന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് അയക്കണം. അതെങ്ങനെ? ഞാൻ പറയാം. തൽക്കാലം നമുക്ക് സ്പോൺസർമാരാണ്. പോകാനുള്ള ഉടുപ്പും ഷൂസും പാന്റും അത്യാവശ്യത്തിനുള്ള കാശും നമുക്ക് രണ്ടുപേർക്കും പങ്കിട്ട് കൊടുക്കാം. എന്താ? ഓക്കെ, ഐ ആം റെഡി. ഇങ്ങോട്ട് വരിക, ഇവിടെ വരിക. പണത്തെ കുറിച്ചൊന്നും താനിപ്പോ പേടിക്കണ്ട. പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് നടത്തിക്കോളാം. അത് വേണോ? അത് വേണേ. അത് ഞങ്ങൾ അളിയന്മാരുടെ ഒരു അവകാശമാണ്. മുടക്കം പറയരുത് മോനെ, ഒരു നല്ല കാര്യത്തിനല്ലേ. വാസുവേട്ടൻ. അയ്യോ സോറി, കണ്ടില്ലായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ? ഉം. വായ്ഗുളി വാങ്ങിക്കാനാവും. ആർക്കാണാവോ? മുത്തച്ഛനോ അച്ഛനോ കൊച്ചച്ഛനോ ഇളയച്ചനോ വെല്ലിച്ചനോ അതോ നാട്ടുകാരോ വല്ല ഒരു അച്ഛനോ? ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കോലത്തിലാക്കിയില്ലേ? താങ്ക്സ്. പ്ലീസ് വീട്ടിൽ കൊണ്ടുപോയി വിടാം. ഡ്രസ് ചേഞ്ച് ചെയ്യാലോ? നത്തിങ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല. അലക്കിയാൽ പോവാത്ത അഴുക്കും തടവിയാൽ പോകാത്ത തലയിലെഴുത്ത് എന്റേത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുട്ടി പൊക്കോളൂ. ഡസൻ മാറ്റർ, കുട്ടി പൊക്കോളൂ. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് വേഷം കെട്ടി പോവായിരുന്നു. ഇനിയിപ്പോ ഈ നീലക്കുറുക്കന്റെ വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോവാം. അയ്യോ, ഇന്റർവ്യൂവിന് പോവായിരുന്നോ? വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാം പ്ലീസ്. 10 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ഇനി നീട്ടി വലിച്ച് നടന്നാൽ തന്നെ ഷാർപ്പ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എവിടെയാ ഇന്റർവ്യൂ എന്ന് വെച്ചാ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല, അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാ. പ്ലീസ്. ഇറ്റ്സ് ഓക്കെ, വെറുതെ വരാം. ഇറ്റ്സ് ഓക്കെ. അല്ല, ഇത് എവിടേക്കാ? അച്ഛനെ കാണാൻ. അച്ഛന്? അല്ല, അച്ഛനെ. അയ്യോ, കൃത്യസമയത്ത് തന്നെ എത്തി. ഹോ. ഓ, ഇവിടെ കംപ്ലീറ്റ് പൊടിയാണല്ലോ. സോറി. നോക്കി ചിരിക്കാതെ പട്ടിപ്പുല്ലേ, ഇത് മരിക്കാൻ പോകുന്നതിന്റെ വേഷം കേട്ടാ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വാട്ട് ഈസ് ദിസ്? ഇഷ്ടിയക്കളത്തിൽ നിന്നാണോ വരുന്നത്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണോ വന്നത്? അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ? സോറി, സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി പലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ. ഒരു മിനിറ്റ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ. ചീറി പാഞ്ഞെത്തിയ ഒരു പാവം കാറിന് ഒരു കൗതുകം തോന്നി. ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നെ കോലത്തിലാക്കി. വകതിരിവില്ലാത്ത ആ പാവം കാറിന് അറിയില്ലായിരുന്നു സാർ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന്. പിന്നെ പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് എനിക്ക് തിരിച്ചെത്താമായിരുന്നു. പക്ഷേ അപ്പോയിന്റ്മെന്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റോ? ഇല്ല. സോറി സാർ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിറ്റിക്കൽ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി സാർ, ഇവിടെ പങ്ക്ച്വാലിറ്റിക്കൽ വലുതാണ് പേഴ്സണാലിറ്റി എന്ന്. എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ പ്രശ്നം വെക്കില്ല സാർ. വേണ്ട സാർ, ഇത്തരം ഒരു സ്ഥാപനത്തിന് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ജോലി തരരുത്, എന്നെ നിർബന്ധിക്കരുത് സാർ. പ്ലീസ് വെയിറ്റ്, എനിക്ക് ടൈം തന്നെ. പ്ലീസ് ഷോ യുവർ സർട്ടിഫിക്കറ്റ്സ്. എന്തിനാ സാർ? താങ്ക് യു. ഓക്കെ, യു ആർ സെലക്ടഡ്. അമ്മേ, ദാ വരുന്നുണ്ട്. ആ വരവ് കണ്ടാലറിയാം അവലക്ഷണം. ഫു, യോഗം വേണടോ, യോഗം. സ്പോൺസർ ചെയ്ത വകയിൽ 800 രൂപ തൊലഞ്ഞു. സ്വന്തം മക്കൾക്ക് നല്ലൊരു ഡ്രസ് എടുത്തു കൊടുത്തിട്ടില്ല. ആ. പുന്നാരൊളിയിൽ പുത്തനുടുപ്പ്. വിഷമവും കൊണ്ടാ വരുന്നത്.
മതി, ഇനി എല്ലാരും ചേർന്ന് ആ കുട്ടിയെ വേദനിപ്പിക്കണ്ട. ജോലിക്ക് ശ്രമിക്കുന്നതും കിട്ടാത്തതും സാധാരണയല്ലേ? ഇന്റർവ്യൂവിന് പോടുന്ന തല്ലും കിട്ടിയോ? ഈ വരവ് കണ്ടപ്പോ തോന്നിയൊരു അവസ്ഥ പറയട്ടെ, അട്ട ചങ്കി കുടുങ്ങിയ മട്ടുണ്ട്. സത്യം, അട്ട ചങ്കി കുടുങ്ങി. എനിക്ക് ജോലി കിട്ടി. 11-ാം തീയതി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ പുസ്തകം ഉടുപ്പ് ധരിപ്പിച്ച് പറഞ്ഞയച്ച പാടാവില്ലെന്ന് മഹാലക്ഷ്മി ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ? മക്കളെ, അങ്കിളിന് ജോലി കിട്ടി. പോയി ക്ഷയിക്കാൻ കൊടുക്ക്. എപ്പോ നോക്കിയാലും അങ്ങോട്ട് ചെല്ലേ, ഒച്ച ഷെയ്ക്ക് കൊടുക്കും മാമനി. വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും സ്പോൺസർമാർക്ക് മുതൽ നഷ്ടപ്പെടാത്ത ഒരു മാഞ്ചിയം പദ്ധതി അല്ലേ മാഷേ? കഴിഞ്ഞ ആഴ്ചത്തെ ലെറ്ററിലും കൂടി ചേട്ടൻ എഴുതിയതാ. എന്തൊക്കെ കേൾപ്പിച്ചാലും അവനും ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന്. അമ്മയുടെ പ്രാർത്ഥനയോ ദേവിയുടെ അനുഗ്രഹം എന്തോ കിട്ടിയമ്മേ. എന്റെ മോനെ. കാറിൽ വരിക, ചെളി തീർപ്പിക്കുക, അതേ കാറിൽ തന്നെ കയറ്റി കമ്പനിയുടെ വാതിക്കെ കൊണ്ട് ഇറക്കുക, ജോലി കിട്ടുക, എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങളുണ്ടല്ലോ അവൾക്ക്. അവളെ പിന്നെ കണ്ടോ നീ? പേര് പോലും ചോദിച്ചില്ല. കാണണം, കണ്ടാലൊരു നന്ദി പറയണം. നിന്റെ പ്രേമം ഇതുവരെ മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? എന്തായാലും നിന്നെ പോലെ പ്രേമ കൃഷിത്തോപ്പിലെ നോക്കുകുത്തിയാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. തുടക്കത്തിൽ അങ്ങനെയൊക്കെ തോന്നും. എടാ, എനിക്ക് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണ് മറ്റെവിടെയോ ആണ്. ഏതോ അടുക്കളയിൽ അവളിപ്പോ അത്താഴത്തിന് അരിയിടുന്നുണ്ടാവും. അത് നിന്റെ പെണ്ണ്. ആരൊക്കെ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു സങ്കുചിതനല്ല. വളരെ ഓപ്പൺ ഹാർട്ടാ, വിശാല ഹൃദയൻ. സൈക്കിൾ പിടിക്കുക, അതൊക്കെ. അപ്പൊ ഓപ്പൺ ഹാർട്ടായ സ്ഥിതിക്ക് ചില സത്യങ്ങൾ പറയാമല്ലോ. പറഞ്ഞോളൂ. അളിയനാണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ. ആയിക്കോട്ടെ. അതെ, വെരി ക്ലോസ്. എന്ത് ചർച്ചയാണ്? അങ്ങനെയുള്ള ചർച്ച കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വല്ല ഗുണം ഉണ്ടാവോ? ഇന്ത്യക്ക് ഗുണമുണ്ടാവില്ല. പിന്നെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ് ഓഹോ. ഞങ്ങൾ കൂടുതലും സംസാരിക്കാം. ഉം, ഉം. അതെ, അസൂയപ്പെടുത്തുന്ന പ്രേമബന്ധമായിരുന്നു ആ കവിതാക്കൾ തമ്മിൽ. ഐ മീൻ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞനന്ദനും തമ്മിൽ. അവരുടെ പ്രേമബന്ധത്തിനിടയിൽ ഒരു പോസ്റ്റ്മാന്റെ സഹായം പോലും ആവശ്യമുണ്ടായിരുന്നില്ല. പ്രേമിച്ചാൽ ചിലപ്പോ കത്തുകൾ പരസ്പരം കൈമാറി എന്നൊക്കെ ഇരിക്കും. അത് സാധാരണയാ. കത്തുകൾ മാത്രമല്ല, പിന്നെ ചിലപ്പോ തൊട്ടും തലോടിയും നോക്കിയിരിക്കും. ഈ ബസ്സിലൊക്കെ പോകുമ്പോ നമ്മൾ അറിയാതെ ചിലരെ തട്ടിമുട്ടിയൊക്കെ പോവാറില്ലേ? അതൊന്നും വലിയ പ്രശ്നമല്ല. കേവലം തട്ടലും മുട്ടലും മാത്രമല്ല, പിന്നെ ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി ഏ? വിലപ്പെട്ടതെന്ന് അവർ പരസ്പരം കൈമാറിയിട്ടുണ്ട്. സ്വർണ്ണമാണോ? ഛേ, അതല്ല, ഹൃദയം? അതിലും മേലെ, ഇനിയും മേലെ. അത് തന്നെ. ക്ഷമിക്കട്ടെ, താങ്കൾ ഒരു വിശാല ഹൃദയനായതുകൊണ്ടാണ് വിശാലനല്ലാത്ത ഞാൻ ഇത്രയും വിശദമായി സംസാരിച്ചത്. ഞാൻ അത്രയ്ക്ക് വിശാല ഹൃദയനല്ല. സോറി, ഞാൻ ഡ്യൂട്ടി മറന്നു. കോന്തുണ്ട് നേർക്ക് ഒരു കത്തുണ്ടായിരുന്നു. കൊണ്ടുപോയി കൊടു. വിശാല ഹൃദയൻ. ഇതേ ദരിദ്രവാസി പോസ്റ്റ് കാർഡിൽ കത്തയച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം. പിന്നെ ഇത് ചുവന്നുകൊണ്ട് നടക്കുന്ന എനിക്കാണോ അസുഖം? അത്താഴം ഉണ്ടാൽ അരക്കാതം നടക്കണമെന്നാ. അതിന് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ. ഒരാളുണ്ടാ പോരെ? ഈ ആരോഗ്യം ഉണ്ടണോ? അല്ല, അളയിനോട് കുറച്ചു ദിവസം ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കണം. എന്താ? ഈ വടി പോലുള്ള ശരീരത്തിന്റെ രഹസ്യം എന്താ? ഇനി വല്ല കരിങ്കുരങ്ങ രസാനം മറ്റും സേവിച്ചതാണോ? മൃഗശാലക്കാർക്ക് പോലും വേണ്ടാത്ത മനുഷ്യക്കുരങ്ങന്മാരുള്ളപ്പോ പിന്നെ എന്തിനാണ് അളിയാ കരിങ്കുരങ്ങ്? എന്തായാലും ഈ ആരോഗ്യവാനായ അളിയനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താ, പറഞ്ഞോളൂ. അയ്യോ, അത് വെളിച്ചത്ത് പറയാൻ പറ്റില്ല. എന്നാ ഇരുട്ടത്തേക്ക് പോവാം. എന്താ അളിയാ പ്രശ്നം? ഞാൻ ഇടപെടണോ? വേണം. ഞാൻ മരിച്ചാൽ ശവക്കോടിയിൽ നിന്നും കീറിയെടുത്ത മുന്തല ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നനച്ച് തലയിൽ കെട്ടണം. തളരരുത്. വലത് കാൽമുട്ട് ബലിത്തറയോട് അമർത്തി കറുകപ്പുല്ല് മോതിരമായി വലത് വിരലിട്ട് ബലിച്ചോറുരുട്ടി നാക്കിലിൽ വെക്കുമ്പോ പതറരുത്. നനഞ്ഞ കൈപ്പത്തികൾ ഏറെ മുട്ടിയിട്ടും കാക്കകൾ എത്താൻ വൈകുമ്പോ ഇടരരുത്. ഇല്ല, ഇല്ല, ഇല്ല. എടാ, നമുക്കൊന്ന് തൃശ്ശൂർ പൂരത്തിന് പോയാലോ? ഇപ്പോഴോ? 10 മണിക്കൊരു ബസ് ഉണ്ട്. അതിന് പോയാ ഉച്ചയോടുകൂടി അവിടെ എത്തും. ഉഗ്രം വെടിക്കട്ടെടാ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലേ? അതില്ല. ആ, അങ്ങനെയാണെങ്കി
നമുക്ക് എന്റെ വീട്ടിൽ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് പോയാലോ? എന്ത്? അല്ല, ഞാനില്ലെങ്കിൽ എന്റെ പ്രസൻസ് വീട്ടിൽ ഫീൽ ചെയ്യണം. ഞാൻ പോകുന്നു, പ്രേതമായിട്ട് തിരിച്ചു വരും, പ്രതികാരം ചെയ്യാൻ എന്നൊരു കുറിപ്പെഴുതി ആരെങ്കിലും വഴി എന്റെ മൂത്തളിയൻ രാമുണ്ണി മാഷിന്റെ കാര്യം. 10 മണിക്കാണ് എനിക്ക് കുറിപ്പ് കിട്ടിയത്. അപ്പോ ചത്ത് നരകത്തിലെത്താനുള്ള സമയമായി. ഇവിടുന്ന് നരകത്തിലേക്ക് എത്ര സമയം എടുക്കും? ഇപ്പോഴൊക്കെ 5 മിനിറ്റ്സ് മതി. ഓഹോ. ബാലകൃഷ്ണൻ വന്ന് വിവരം അറിയിച്ചപ്പോ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ 3 ദിവസത്തെ ലീവ് അങ്ങെടുത്തു. ആ. വല്ല റെയിൽപ്പാളവുമായിരിക്കും അവൻ ചാകാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയല്ലേ? എന്നാ അങ്ങനെ മതിയായിരുന്നു. എങ്ങനെ? എന്തോ ഒരു പുറംവിളി കേട്ടില്ലേ? പുറകിൽ നല്ല വിളി, മുൻവിളിയാ. ഞാനും അത് കേട്ടു. നാരായണ. നാരായണനൊന്നുമല്ല. ആ നാരായണ അല്ല, നാരായണ 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 നാരായണ. ഒരു നിഴൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. തോന്നലല്ല, വരുന്നുണ്ട്. ചോദിച്ചു കേട്ടില്ലേ? ഞാനാ. അത് അവൻ തന്നെയാണോ പോലീസ്? എവൻ? കുഞ്ഞനന്തേ. രൂപങ്ങൾ അച്ഛനും മോനും ഒരുമിച്ച് വന്നിരിക്കുക പ്രേതമായിട്ട് പ്രതികാരം ചെയ്യാൻ. ഞാനൊരു പാവം പോസ്റ്റ്മാനാണ്. പ്രിയപ്പെട്ട അമ്മാവ, മദ്യപിച്ചാൽ ചീത്ത പറയാറുണ്ട്, പക്ഷെ ഒന്നും മനസ്സറിഞ്ഞല്ല. എന്നെ ഉപദ്രവിക്കരുത്. എനിക്കറിയാം കുഞ്ഞനന്ദൻ എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞാണ്. ചന്ദ്രത്തെ അനന്തമാവ, അതൊന്നും വിശ്വസിക്കരുത്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അരവിന്ദാക്ഷൻ എന്ന റെയിൽവേ പോലീസാ ചോദിക്കുന്നത്. പേടിച്ച? നന്നായിട്ടുണ്ട്. അരവിന്ദാക്ഷൻ പോലീസാ? അല്ല, തന്നെ തന്നെയാ തിരക്കി വരുന്നത്. ശരിയാ. ആദ്യ പ്രതികാരം എന്നോട് തന്നെയാവും. ഞാൻ റെയിൽവേ ട്രാക്കിൽ കാവലില്ലാന്നറിഞ്ഞപ്പോ ഇങ്ങോട്ട് തേടി വരുന്നതായിരിക്കും. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ റെയിൽവേ പോലീസ്. ഒരു കുരിശ് കയ്യിലുണ്ടെങ്കിൽ കാണിക്കായിരുന്നു. കുരിശ് കാണിക്കുക? ഇതെന്താ ക്രിസ്ത്യൻ പ്രേതമാണോ? ഹിന്ദു പ്രേതമല്ലേ? വല്ല മന്ത്രവും വശമുണ്ടോ? പക്ഷേ ഒരു മന്ത്രവശമുണ്ട്. ഏതാത്? ഓട്ടം. താങ്ക് യു. പോലീസ്, റെയിൽവേ പോലീസ്, അവിടെ നില്ലേ? ഇവരെന്തിനാ ഓടുന്നേ? ഒന്ന് നിന്നേ, ഞാനിതേ വരുന്നു. അരവിന്ദ പോലീസേ, രാമുണ്ണി മാഷേ, ഒന്ന് നിന്നേ, ഇത് ഞാനാ. ഓടരുത്, ഞാൻ പിടിക്കും. ഓടി വാ മാഷേ. ഓടി വരാൻ. മാഷേ, ഒന്ന് നിന്നേ. വേഗത്തിലാവട്ടെ. മാഷേ, ഓടരുത്. ചുമ്മാ ഓടിക്കരുത്, കളിക്കരുത്, രാത്രി. പുതിയ പ്രേതോ? നീയായിരുന്നോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. നിങ്ങൾ പേടിച്ചതല്ലേ ഉള്ളൂ, ഞാൻ മൂത്രം ഒഴിച്ചേ. അയ്യേ ഭാഷവൻ. മാഷേ, ഈ പ്രേതത്തെ അറസ്റ്റ് ചെയ്യട്ടാ. അറസ്റ്റ് ചെയ്യാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അല്ലല്ലോ മൂത്രം ഒഴിച്ചത്, എന്റെ സ്വന്തം മുന്നിലല്ലേ. ദേ നോക്കിക്കേ. നാട്ടുകേസാ, വിട്ടത് അറസ്റ്റ് ചെയ്യണ്ട. ട്രാക്കിലെ കണ്ടുവരും. എന്റെ മൂത്രം ഒഴിപ്പിച്ചതും പോലെ ഇപ്പൊ അയ്യോ ഇതാ. അളിയാ, പോസ്റ്റ് പാലളിയാ, കുഞ്ഞളിയാ, ഉറങ്ങ. പേടിച്ചോ? ഞാൻ വെറുതെ പ്രതികാരം ചെയ്യാൻ വന്നതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ. സമയമില്ല, ഇനി ഒത്തിരി പേരെ കാണാനുള്ളതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ. കളിക്കുക. പ്രേതത്തെ മെനക്കെടുത്താതെ മര്യാദയ്ക്ക് കഴുത്ത് നീട്ട പട്ടി. എന്താ എന്താ ഈ നട്ടപ്പാടൊക്കെ കണ്ടാൽ എന്ത് പറ്റി? എന്ത് പറ്റിയടോ? പ്രേതമായിട്ട് വന്നിരുന്നു. താൻ കണ്ടോ? കണ്ടു. ദേ ഇവിടെ നിൽക്കായിരുന്നു.
മണി 12:30. പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം തന്നെ ഉപദ്രവിച്ചോ? കഴുത്തിപ്പിടിച്ചാ നോക്കി, ഞാൻ സമ്മതിക്കില്ല. പണ്ടേ നിന്റെ കഴുത്തിനോട് തന്നെയാ അവന്റെ ദേഷ്യം. എന്താ പ്രശ്നം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിയോ. എന്താ ബഹളം? ആർക്കെന്താ പറ്റിയ? ആർക്കൊന്നും പറ്റിയില്ല. ബാലകൃഷ്ണന്റെ ബാലൻസ് ഒന്ന് തെറ്റിയതാ. പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്നോടാണോ നിന്റെ കളി? അമ്മായി മറ്റുള്ള മാറേ. മാഷെ അവിടെ നിന്ന് മാഷെ 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 എന്താന്ന് മാഷെ കത്തി 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 താഴെ പത്തിരുമ്പും കുരിശും പ്രേതത്തിന് പേടിയാ. ഇനി ഇങ്ങോട്ട് അടുക്കൂല. എല്ലാവരും ധൈര്യമായി പോയി കൂർക്കം വലിച്ച് കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. മാഷേ, കുഞ്ഞനന്ദന്റെ വല്ല വിവരവും കിട്ടിയോ? ചത്തു. എപ്പോ? ഇന്നലെ രാത്രി 12:30 മണിക്ക്. അപ്പൊ തന്നെ ശവം പ്രേതമായിട്ട് കണ്ടു വരികയും ചെയ്തു. ബാലകൃഷ്ണൻ ആദ്യം കണ്ടത്. അപ്പൊ ബാലകൃഷ്ണൻ ചത്തോ? ഇല്ലില്ല, ആ. കാലത്ത് സൈക്കിൾ എടുത്ത് ഇവിടുന്ന് പോയതാ. എവിടെയാ പോയത് ഒരു പിടിയില്ല. 12:30 ചത്തല്ലേ? ആ. അപ്പൊ മലബാർ എക്സ്പ്രസിനായിരിക്കും തല വെച്ചത്. ഇനിയിപ്പോ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ടേ. റെയിൽവേ ട്രാക്കിലാകാൻ സാധ്യതയില്ല. ഉറപ്പാണ്. പ്രേതത്തിന് ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു. തലയും കൈയും കാലും എല്ലാം ഉണ്ട്. ആ, ഏതെങ്കിലും ഡെഡ് ബോഡി ഉടനെ എത്തുമല്ലോ, അപ്പൊ അറിയാൻ വിവരം. പോലീസ്. Yes. ഒരു വിരോധം എനിക്ക് അവനോടില്ല. എനിക്കും ഇല്ലല്ലോ. അതെ, ഓ, ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വാത്സല്യം കൊണ്ടാണ്. ഓഹോ. അവനെന്റെ മോനെ പോലെയാ. അല്ല മാഷേ, ഈ കുട്ടികളെ ഇന്നെന്തിനാ സ്കൂളിൽ വിടുന്നത്? ഡെഡ് ബോഡി ഉടനെ എത്തൂലേ? പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരുന്ന മെനക്കെടല്ലേ? ബോഡി വരുമ്പോ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മഹാലക്ഷ്മിയും സ്കൂൾ പോകാൻ ഒരുക്കുന്നുണ്ട്. മാഷ് എന്താ ഈ പറയുന്നത്? ഇന്നിപ്പോ ഇവിടെ ആരും സ്കൂളിൽ പോണ്ട. ബോഡി വരുമ്പോ കരയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ. എന്തേ മോളെ, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മമ്മി ശവം എത്തിയ ഉടനെ ദഹിപ്പിക്കണം. അല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോ ശാസ്ത്രം നോക്കിയാ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അയ്യേ, ആ അതാ വരുന്നു. താഴെ എവിടെ പോയിരുന്നോടോ? റീത്തിന് വല്ലതും ഓർഡർ കൊടുക്കാൻ പോയതായിരിക്കും. ഓർഡർ കൊടുത്തോടോ? ഏയ് അതിനൊന്നുമല്ല. വെളുപ്പാൻ കാലത്ത് തന്നെ മന്ത്രവാദിയെ കാണാൻ പോയതാ. അതാ ഇത് സംഘടിപ്പിക്കാൻ. ആ, ഒന്നും കൂടെ തരിക. തകട്ടിയാട്ടെ. ആ, ഓ, ഇപ്പൊ ധൈര്യായി. ഒരു പിശാചിൻ ദേഹത്തെ കിടക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുക്കടോ. നോ, പൊങ്ങച്ചം പറയാന്ന് കരുതരുത്. ഏ, എനിക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് വേണ്ടത് മനോബലമല്ലേ മാഷേ? എടോ, റെയിൽവേ ലോക്കൽ പോലീസേ, ആരെ? ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് അവൻ പറഞ്ഞു, അല്ലേ? ആ, ഒന്ന് അങ്ങോട്ടും കെട്ടിക്കൊടുക്കടോ. ആ കൈ ഇങ്ങോട്ട് നീട്ടിയാട്ടെ. നമ്മുടെ ദേഹം നമ്മൾ വേണം സംരക്ഷിക്കാൻ. എന്താ? ആഹാ. നേരത്തെ തന്നെ ദേഹം ഭദ്രമാക്കിയില്ലേ? ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ? അടുത്ത കയ്യിലാവാം. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അരയിൽ ഒരെണ്ണം. ശാന്തനിക്ക് ഭയങ്കര നിർബന്ധമില്ല. എനിക്ക് ഇതൊന്നൊരു കഴുത്ത് കെട്ടിക്കൊടുക്ക. വേണ്ട വേണ്ട, കഴുത്തിലുമുണ്ട്. പോക്കറ്റിലോട്ടിട്ട്. പോക്കറ്റിലേക്ക്. മനോധൈര്യം കൂടിയാൽ എങ്ങനെയാ? ചുരുങ്ങിയത് 3 ഉറക്കെങ്കിലും വേണ്ടി. പോലീസ്. എന്താ വിളിച്ചത്? മഹാലക്ഷ്മി, ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ആജ്ഞാപിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? ഉണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീയും കുട്ടികളും ഞാൻ അടക്കം 4 സ്കൂൾ പോകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നൊന്നും ദയവായി എന്നോട് ചോദിക്കണ്ട. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എന്താ കാര്യം എന്ന് പറയൂ. കാര്യം എന്താ വെച്ചാ, എടോ പോലീസേ, യെസ്. ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ. എടോ, ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കരുതേ. എന്നാ പറഞ്ഞോളൂ. എന്നാ താൻ പറ. ഏയ്, ഞാൻ സെന്റിമെന്റലായി പോകും. മാഷിനെ പറഞ്ഞോളൂ. നിങ്ങളൊന്ന് പറയുന്നുണ്ടോ? മഹാലക്ഷ്മി, നമ്മുടെ കുഞ്ഞനന്ത് കുഞ്ഞനന്ദൻ മരിച്ചു. കൺട്രോൾ കൺട്രോൾ.
നോക്കുക, ഇവിടെ നോക്കുക. തളരരുത്. ചാവാൻ ഒരുമ്പട്ടിറങ്ങിയ സ്ഥിതിക്ക് 1 മണിക്കൂർ നേരത്തെ വെച്ചാ നമ്മൾ സത്വഹിക്കരുത് വേണ്ടത്. കരയരുത്, കരയരുത്, കരയരുത്. അകത്തുള്ളവർക്ക് നീ വേണം ധൈര്യം കൊടുക്കാൻ. ആയി പറയിക്കണ്ട. ചെല്ലി അകത്തേക്ക് പോയിക്കോ. കൈയെടുക്കാൻ. അവളെ ഇത്തിരി മനക്കെട്ടിയുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് പ്രശ്നമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഒന്ന് അഭിനന്ദിച്ചേനെ. പറഞ്ഞതുപോലെ തന്നെ അവൻ ചത്തില്ലേ അതിന്. എന്റെ കാണാനാ ആദ്യം വന്നത്. അതങ്ങനെ തന്നെയാ. ഇഷ്ടമുള്ളവരെ കാണാനാ ആത്മാവ് ആദ്യം വരിക. എന്നോട് ഇത്ര അധികം ഇഷ്ടമായിരുന്നു ചത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തോ ഉണ്ട്, എന്താന്ന് വെച്ചാ പറയേച്ചി. സത്യം ചെയ്യ്, ആരോടും പറയില്ല. ഇല്ല, ആരോടും പറയില്ല. നമ്മുടെ കുഞ്ഞിനെന്ത് മരിച്ചു ഇന്നലെ രാത്രി. എന്ത് ചേച്ചി, എന്തിനാ കരയണേ? എന്താണ് പ്രശ്നം എന്ന് പറയൂ. സത്യം ചെയ്യ്, ആരോടും പറയില്ല. എന്താ? നമ്മുടെ കുഞ്ഞിനെന്ത് മരിച്ചു. അയ്യോ, എന്താണ് മഹാലക്ഷ്മി? ഞാൻ വിചാരിച്ച ആംബുലൻസ് ആണെന്ന്. ആംബുലൻസോ? ആംബുലൻസ് അല്ല, കുട്ടികൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടായി കൊടുക്കട്ടെ എന്ന് അവളെന്റെ അടുത്ത് ചോദിക്കാം. വേണ്ട വേണ്ട, വയറ് കേട് വരൂ. അപ്പോഴേ എപ്പോഴ് നിങ്ങളല്ലേ പോലീസ്. പിന്നെ? കുട്ടികളൊന്നും സ്കൂളിൽ വരുന്നില്ല, ലീവാ. നിങ്ങൾ പൊക്കോളൂ, പൊക്കോളൂ. ആ ശരി, പെർമിറ്റ് ഒക്കെ ഉണ്ടാവാ. അപ്പൊ പറഞ്ഞോലെ ശരി എന്നാൽ. നീ ഇതെവിടെ ആയിരുന്നടാ? 2 ദിവസമായല്ലോ കണ്ടിട്ട്. അത് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയതാ. ഹലോ, ആ ഇവിടെ സുഖമല്ലേ? വലിയ സുഖമൊന്നുമില്ല. ആ വാ, ഇതാ ബലൂൺ, പി. പോയി കളിച്ചോ. അമ്മയ്ക്ക് പൊരിയുണ്ട്. അമ്മയ്ക്ക് പൊരിയല്ല, നിർത്ത്. പെണ്ണുങ്ങളുണ്ട്. നന്നായി. ഈ മനുഷ്യരെ തലയ്ക്ക് ഒട്ടി പിടിച്ചോ. ഓ, എന്റെ ദൈവമേ. ആരാ ഇവിടെ പ്രേതത്തെ കണ്ട മഹാൻ? ഭയങ്കര ചതിയായി പോയി. എന്തേ? ഞാൻ ഇനി ലീവ് കണ്ടിന്യൂ വരുമല്ലോ. പോയി കണ്ടിരിക്കണോ? മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്ക. അപ്പൊ കണ്ടിരി. ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട് കേസാണെന്ന് തോന്നുന്നുണ്ടോ? ഹേ, സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും വേണ്ടി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. ഹേ, പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല. ഒരു നിമിത്തം പോലെ കിട്ടി. ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസമായിട്ട് തെരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്കുക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു. എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ, സമയായി. പോട്ടെ. ഓക്കെ, ബൈ. സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവൾ എടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവാനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ആ, ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. ദൈവമേ, വാസോട്ടെ. ഇവിടെ നോക്കിയാണ് ഓടുന്നത്. സോറി. സോറി.
തോന്നിയതാ. ഓ, അമ്മേ. അയ്യോ. പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു, ഓടുന്നതും ഒളിക്കുന്നതും. എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ എന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ, ഇന്നലൊരു കാര്യം മറന്നു. വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ, ഞാനും മറന്നു. എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റു നോറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞ് ചേർത്ത് വിളിച്ചു. അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. ആ, ആ. അത് കണ്ടപ്പോ മനസ്സിലായി. ആ, ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ. ഓ ഷുവർ. കുണ്ടൻ അഥവാ കുന്തം, നിനക്ക് പറ്റിയ പേര് തന്നെ അവള് വിളിച്ചിരിക്കുന്നത്. കൊതിപ്പിക്കാടാ അവള്, ശരിക്കും കൊതിപ്പിക്കുക. എന്താ ഇത്? ഈ സ്നേഹവും തുമ്മലും ഒരുപോലെയാ, അടക്കി വെക്കാൻ പറ്റില്ല. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരവിലവുമായ അസുലഭ നിമിഷത്തിൽ നമുക്കിങ്ങനെ അല്പം ജോഡി ചേർന്ന് ടി വി കാണാം, അല്ലേ? ഹലോ. വന്നല്ലോ. ഐ എം വെയിറ്റിംഗ് ഫ്രം 30 minutes ഫോർ യു. എന്തിന്? നാളെ ഓഫീസ് ഉണ്ടോ? ഉണ്ട്. നാളെ എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആവോ? ഫുൾ ഡേ വേണ്ട. എന്തിനാ? നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കസ്തൂർബ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൂടെ വരണം പ്ലീസ്. എന്താ പ്രശ്നം? വിശ്വാസമുള്ള ആളെയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ഇയാളെ വിശ്വാസ. കാര്യം എന്താ? ഇറ്റ്സ് എ സീക്രട്ട് പ്ലീസ്. അയ്യോ, പോണം, ധൃതിയുണ്ട്. നാളെ 2 മണിക്ക് ഹോസ്പിറ്റൽ ഗേറ്റിൽ ഞാൻ കാത്തു നിൽക്കും. യു മസ്റ്റ് കം പ്ലീസ്. ഓക്കെ, ബൈ. പ്രശ്നം മറ്റൊന്നുമല്ല, വലിയ വീട്ടിലെ പെമ്പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരു തമാശ. എന്താ പിടികിട്ടിയോ നിനക്ക്? അബോർഷൻ. ഇനി കുറ്റം ഏറ്റെടുക്കാൻ ഒരാള് വേണം. മാത്രമല്ല, അവനൊരു വിഡ്ഢിയായിരിക്കണം. നിന്നെ പോലൊരു പമ്പര വിഡ്ഢി. ബെസ്റ്റ് സെലക്ഷൻ അളിയാ. നാളെ പോയാ എന്തൊക്കെയോ കുത്തിക്കുറിച്ചൊരു പേപ്പർ നിന്റെ മുന്നിലോട്ട് നീട്ടും. എന്നിട്ട് ഒപ്പിടാൻ പറയും. ഇവിടെ 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 എന്നൊക്കെ. അപ്പൊ നീ എന്ത് ചെയ്യും? ഒപ്പിടും. അതേടാ, ആർക്കും വേണ്ടാത്ത എന്റെ ഒരു ഒപ്പ് അവക്ക് ഉപകരിക്കുമെങ്കിൽ എടുത്തോട്ടാ. പക്ഷെ എനിക്കിതേ എന്റെ ഹൃദയം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എനിക്ക് അത് മതിടാ പുല്ലേ. അവന്റെ എന്താ എല്ലാവരും ചതിയന്മാരാ. എനിക്കാരും വേണ്ട വേണ്ട. ഒരു ബിയറിന് ഇത്രയും കിട്ടുക? ഞാൻ പേടിച്ചു. കൃത്യസമയത്തിന് എത്തിയല്ലോ. താങ്ക്സ്. കമോൺ. അല്ല, അതെന്താ വെച്ചാലേ. പ്ലീസ് കം. ഓ കം. പത്മജ. അല്ല, എന്താ പ്രശ്നമെന്ന് ഞാനും കൂടി അറിയണ്ടേ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കം വിത്ത് മീ. ഇരിക്കൂ. ഇതാണ് ആള്. എത്ര മാസമായി? കുറച്ച് ദിവസമായി. കള്ളോണ്, പച്ചക്കള്ളോണ്. ഞാൻ നിരപരാധിയാണ് ഡോക്ടർ. ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോലുമില്ല. ഡോക്ടർ
ഇത് നിങ്ങൾ കൊടുത്തതാണോ? ആണോ? അതെ. അത്രേ ഈ കുട്ടിയും പറഞ്ഞുള്ളൂ. ആ, കഥകളൊക്കെ കേട്ടപ്പോ ആളെ കാണാൻ ഒരു താല്പര്യം. സത്യത്തിൽ ഇത്തരത്തിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് ഇയാളാ. ഡോക്ടറെ കാണാൻ വരുമ്പോ അത് മെഡിക്കൽ സ്റ്റൈലിൽ തന്നെ ആവണമെന്ന് ഇയാൾക്ക് നിർബന്ധം. എന്താ, പേടിച്ചോയോ? ഹേയ്, ചെറുതായിട്ട് ഒന്ന് പേടിച്ചു. സാരല്ല. അത് പിന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്. വെരി ഗുഡ്, നല്ല പോസ്റ്റ് ആണല്ലോ. വേറെയും ചില എക്സ്റ്റാബ്ലിഷ് കമ്പനിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഹയർ സ്റ്റഡിക്കുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ആ, വിളമ്പി കൊടുക്ക. വേണ്ട, മോർ ഇനഫ്. കുറച്ച് ഡയറ്റിംഗ് ഉണ്ട്. MBBS എൻട്രൻസിൽ സെലക്ഷൻ കിട്ടിയതായിരുന്നു. ഞാൻ പോയില്ല. ബൈ. അന്ന് തോന്നിയൊരു വിഡിത്തം. പാരന്റ്സ് ഒക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എസ്പെഷ്യലി മമ്മി, ഐ മീൻ മാം. സോറി. മതിയാക്കിയോ? പെട്ടെന്ന് പോണം. കുറച്ച് റിലേറ്റീവ്സിന്റെ ഫോൺ കോളൊക്കെ വരാനുണ്ട്. ഓർമ്മ. എന്നാ ശരി, ഞാൻ പറ്റേ. കൈ കഴിയില്ല. ഓ സോറി. അവിടെ ബെഡ്റൂം. അയ്യോ, വാഷ് ബേസിൻ ഒളിപ്പിച്ചിരിക്കല്ലേ. അറബിക് കഥയിലെ രാജകുമാരൻ, സത്യത്തിലോ സർക്കസിലെ കോമാളി, തനി ബഫൂൺ. കുഞ്ഞനെന്താ, മനോരാജ്യത്തിൽ ആർക്കും രാജാവാകാം. മനപ്പായസത്തിൽ എത്ര പഞ്ചസാര വേണം ചേർക്കാം. പക്ഷെ യാഥാർത്ഥ്യം അല്പസ്വല്പം ജാടയും പൊങ്ങച്ചൊന്നുമില്ലാണ്ട് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂല. സിമ്പതിയുടെ പുറത്തായിരുന്നെങ്കിൽ ആ മറ്റേടത്തെ കോന്തുണ്ണനായരുടെ മോളെ ആദ്യത്തെ ആത്മഹത്യാ ശ്രമത്തിന് തന്നെ എനിക്ക് കിട്ടണ്ടേ. എന്നിട്ട് കിട്ടിയോ? എടാ കിട്ടിയോന്ന്. നിന്റെ നാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയോ? ഉളിങ്കൊമ്മാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചാടുന്നത്. പിടി കിട്ടിയ വിടൂല, സത്യമായിട്ടും വിടൂല ചുട്ടി. കൈ വെട്ടിമാറ്റലും ഞാൻ വിടില്ല. ഇക്കാര്യത്തിൽ ചിലരോടൊക്കെ എനിക്ക് വാശിയുണ്ട്. എന്റെ അമ്മേ, വാസോട്ടനാവോ? അയ്യോ എന്നമ്മേ. അയ്യോ, ഹായ് ലതാ. ഹായ്. ഡിക്കി അടച്ചിട്ടില്ല. ഹലോ. സർപ്രൈസ്. എന്താ ഇവിടെ? അത് പിന്നെ ഇൻകം ടാക്സിന്റെ കുറച്ച് പേപ്പർ ശരിയാക്കാനുണ്ടായിരുന്നു. ഈ പണം ഉള്ളതാണ്, ഇല്ലാത്തതിനേക്കാൾ വലിയ ടെൻഷൻ. ഉറക്കമില്ലെന്നേ. BP, ഹൈപ്പർ ടെൻഷൻ. ഇപ്പൊ തന്നെ എന്റെ ഫേസ് വളരെയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? BP. അമ്മ തായേ, എന്തെങ്കിലും പിച്ച തരണേ. സാർ, വെച്ചോളൂ, അവസാനത്തെ സമ്പാദ്യ. ഇതാ, പൊയ്ക്കോളൂ. സാർ, സാർ, നീങ്ക പേർഷ്യൻ സിറ്റിസൺ. വെച്ചോളൂ. താങ്ക്സ്. കാലുപിടിക്കണ്ട. ഇത് എടുത്തതല്ലേ. 2 വിലുവ 100 രൂപ. പപ്പ പേഷ്യലായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നൊക്കെ പേഷ്യലാ. അല്ല എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ്. കൂടുന്നോ? ഹേയ്, ഒരുപാട് ജോലിയുണ്ട്. ഒന്ന് ബാങ്കിൽ പോണം. പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് മാത്രമുള്ളോ അതോ ഇത് കഴിഞ്ഞിട്ട് വല്ല ഷോപ്പിംഗ് വേറെ? ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയം. ഈ 2 ചെവികൾക്കിടയിലായിരിക്കും. നിങ്ങൾക്ക് എന്താ ജോലി? റെയിൽവേയിലാ. എന്താ? TT മറ്റാണെങ്കിൽ AC ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോ കണ്ടാണ്. ആണോ? അല്ല, ഗാഡാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ കാണാൻ വഴിയില്ല. ട്രെയിനിലല്ലാതെ ഞാൻ ട്രാക്കിൽ കൂടി സഞ്ചരിച്ചിട്ടേ ഇല്ല. നോക്കി, ഇതെന്ത് കുരിശുകളാ? ചന്ദനമരം കൊണ്ടുണ്ടാക്കിയതാണ് ഈ സഹിക്കാം. ഇത് വീഞ്ഞപ്പല കൊണ്ടുണ്ടാക്കിയ കുരിശുകളാ. ഏതായാലും ഞാൻ പോവാ. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ചില പലാപ്പളം ഉണ്ടാവും. നിങ്ങളില്ലേ? വരട്ടെ. ഹലോ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അയ്യോ, മറന്നു. ഇപ്പൊ കൂടി മനസ്സിലുണ്ടായിരുന്നു. ഇന്നലെ പറയണമെന്ന് കരുതിയതാ. ഇന്ന് കാലത്തും കൂടി ഓർത്തതാ. എന്താ അത്? ഇനി ഓർമ്മ വന്നാൽ ഒരു തുണ്ട് പേപ്പറിൽ അപ്പ തന്നെ കുറിച്ചിട്ടാ മതി. യെസ്. ഒരു കാര്യം ചെയ്തേ, ഒരു പേപ്പർ തുണ്ടും ഒരു പെന്നും ഇങ്ങോട്ട് തന്നെ. കൈ കരുതി വെച്ചാ പെട്ടെന്ന് ഓർമ്മ വരുമ്പോ എഴുതാലോ.
എന്താ അത്? ആ, കിട്ടി കിട്ടി, ഓർമ്മയിൽ വന്നു. ഇതാ, ഇത് തന്നെ. പോട്ടെ. കുന്തു ഐ ലവ് യു. കുന്തു ഐ ലവ് യു. അയ്യോ വാസുവേട്ടൻ. എന്താ വാസുവേട്ടൻ ഇവിടെ? പുറത്തു പോയിരിക്കേ. ഒന്ന് കാണണമായിരുന്നു. എപ്പോഴാ വരിക? ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചു ദിവസമായി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് വാസുവേട്ടനുള്ളത്. ഏറ്റ കാര്യം എന്തോ നടന്നില്ലെന്ന് എന്തൊക്കെയോ പറയണ കേട്ടു. എന്താ? കൊണ്ടുപോകുന്നതിന് മുമ്പേ കണ്ടേ പറ്റുള്ളൂ. വാസുവേട്ടനെ കണ്ടേ ഞാൻ പോവുള്ളൂ. എങ്കിലൊരു കാര്യം ചെയ്യൂ, അങ്ങോട്ട് ഇരുന്നോളൂ. എന്നെ കൊല്ലരുത്. ഇലക്ഷൻ ആയപ്പോ വന്നിരിക്കുന്നു. അല്ല, പിന്നെന്താണ്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, കൊല്ലാനല്ല വിളിക്കരുത്. നീ ആരാ? വാസുവേട്ടാ, ആ. ഞാൻ മരിച്ചുപോയ എന്താ? നീ മരിച്ചോ? അല്ല, മരിച്ചുപോയ അനന്തൻ നായരുടെ മകൻ കുഞ്ഞനന്തൻ. ഇപ്പൊ ഓർമ്മയില്ലേ? ഓർമ്മയില്ല. ചേട്ടാ, എന്നെ കൊല്ലാൻ വേണ്ടി ഞാനൊരു 5000 രൂപയും പിന്നെ ഒരു ഹാഫ് ബോട്ടിൽ റമ്മും കൊണ്ടുവന്ന കുഞ്ഞൻ. റമ്മ? ഏത് ബ്രാൻഡ്? ഓൾഡ് മങ്ക് 3X റം. എന്നിട്ട് ഇതുവരെ കൊന്നില്ലേ? ആ. ശ്ശോ. എന്നാ ശരി. കത്തിയെടുക്കല്ലേ? ഇവനോടെ പോയി. ഇവനെവിടെ പോയി? എടാ, നിന്നെ കൊല്ലില്ല, സത്യമായിട്ട് കൊല്ലില്ല. എവിടെ ഒളിച്ചിരിക്കുന്ന ചെറുക്കി വാ. എന്നെ കൊല്ലരുത്. കൊല്ലില്ലടാ, നീ വാ. സത്യം. ആ സത്യം. സത്യമാണ് വാസുട്ടാ. ഇല്ലടാ, നിന്റെ ഞാൻ കൊല്ലില്ല. അന്നേ എനിക്കറിയാമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ തന്നെ നീ ഇവിടെ തിരിച്ചെത്തുന്നു. എടോ, ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് മരിക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ? ഒക്കെ ഒരു തമാശ പോലെയാ. പിറന്നു വീഴുമ്പോൾ നമ്മൾ കരയുന്നു, മരിച്ചാൽ മറ്റാരൊക്കെയോ. അത്രയുള്ളതിന്റെ ഒക്കെ രഹസ്യം. പ്രായത്തിന്റെ ചാബല്യം. അതുകൊണ്ട് പിന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് അന്ന് എനിക്ക് തോന്നി. ഏത് അത്ഭുതങ്ങളാണ് ലോകത്തിലുള്ളത്. പക്ഷേ 8ാമതൊരു അത്ഭുതം കൂടിയുണ്ട്. എന്താണെന്നറിയോ? സർക്കസ് കളിച്ചും മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത്. ബോംബെയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വെറുതെ ഒരു ഹരത്തിന് വേണ്ടി രണ്ടുപേരെ തട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു. ജീവിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ അറിഞ്ഞുകൊണ്ട് എറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. സത്യം. പിന്നെ നിന്റെ കയ്യിൽ നിന്ന് പറ്റിയ 5000 രൂപ ഞാൻ തരാം. ഇപ്പോഴില്ല. വേണ്ട വാസുട്ടാ, വേണ്ട. 5000 അല്ല, 5 ലക്ഷം അല്ല, 50 കോടിയല്ല, അതിനും അപ്പുറം എത്ര അക്കങ്ങളുണ്ടോ അതൊന്നുമല്ല. അതിലെ മേലെയാണ് എന്റെ ജീവന്റെ വിലയെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. സന്തോഷപൂർവ്വം ഇനി ഞാൻ പോയി ജീവിച്ചോട്ടെ വാസുട്ടാ. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. നീ മിടുക്കനാണ്, നീ നന്നാവും. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. പൊയ്ക്കോ. നാളെ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ അച്ചൂട്ടിയുടെയും ശ്യാമളയുടെയും രജിസ്റ്റർ മാരേജ് നടന്നിരിക്കും. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുമ്പോ പ്രശ്നമാവോ? ഒരു പ്രശ്നവുമില്ല. തൊഴാനെന്നും പറഞ്ഞ് നാളെ രാവിലെ ശ്യാമളയെയും കൊണ്ട് ശാന്തിനി അമ്പലത്തിലെത്തും. കൃത്യം 10 മണിക്ക് ശ്യാമളയെ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാസുവേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാറുമായിട്ട് വാസുവേട്ടൻ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളും. ആ, പിന്നെ 15 രൂപയുടെ മുദ്രപത്രമായി നീ രജിസ്റ്റർ ഓഫീസർ റെഡിയായി നിൽക്കണം. ഏത് സമയത്ത് കുന്തമാവ കുന്തമാവ മുത്തശ്ശി ഹോസ്പിറ്റലിലാ. നീ ഇതെവിടെ പോയി കിടക്കുക? അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്തുപറ്റി? യൂട്രസ് കംപ്ലൈന്റ്, ആസ്മ, അങ്ങനെ 100 രോഗമല്ലേ. നീ വരുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? വാ, വേഗം വാ. മോനെ, എന്താ അമ്മേ? തീരെ വയ്യ മോനെ. തൊണ്ട വരണ്ടിട്ട് വയ്യ. കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും. ആ, നീ ഫ്ലാസ്കും എടുത്തേ.
പെട്ടെന്ന് കുറച്ച് കാപ്പി വെച്ചിട്ട് വരാം. ഹായ് കുന്തു, ഇതെന്താ ഇവിടെ? അത് പിന്നെ ഈ ലതയെ കാണാൻ വന്നപ്പോ എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു രോഗി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. രോഗിയെ കണ്ടപ്പോ അവർക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു. കാപ്പി വാങ്ങാൻ പോകുമ്പോ ദാ ഇപ്പൊ ലതയെ കണ്ടു. ഓ സർപ്രൈസ് അല്ലേ? അല്ല, വല്ല ഇലക്ഷന് മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ? ഹോസ്പിറ്റലിൽ വന്ന് ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ഹെൽപ്പ്. കൊള്ളാലോ. ഇതെന്താ രണ്ടുപേരും? ഓ, പ്രേമത്തിന്റെ പുതിയ മാനങ്ങൾ. ബീച്ച്, പാർക്ക്, ഇപ്പൊ ഹോസ്പിറ്റൽ. ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. നല്ല പ്രൈവസി അല്ലേ? അയ്യോ അതല്ല, ഞാൻ പിന്നെ ഈ പിന്നെന്താ ഇവിടെ? അത് ഈ എന്റെ കയ്യിലൊരു ഫ്ലാസ്കുമായിട്ട്. കുന്തുവിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആരും ഉണ്ടത്രേ. ഏത് വാർഡിൽ? ജനറൽ വാർഡില്ല, എ ബ്ലോക്കിൽ. എന്റെ വാർഡാണല്ലോ അത്. ഇന്ന് അഡ്മിറ്റ് ചെയ്ത ഒരു ജാനകിയം വേണോ? അതെ. ഓ, ഷീസ് മൈ പേഷ്യന്റ്. കുന്തുന്റെ ആരാ? എന്റെ അകന്ന ബന്ധത്തിൽ ആരുമാണത്രേ. വലിയ ജനസേവകനാ. നടക്കട്ടെ നടക്കട്ടെ. ആ, ഹലോ സെവന്റ്. സേവനം കഴിഞ്ഞാലേ ആന്റിയുടെ ക്യാബിനിലോട്ട് വരണം കേട്ടോ. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നേരം അവിടെ നിന്ന് പ്രേമിക്കാം. ഓക്കെ? സ്വന്തം അമ്മയെ കൂടി തള്ളി പറയേണ്ടി വന്നു. വേണ്ടായിരുന്നു. കാപ്പി. ആ പിന്നെ ഇട്ടണതിന് മുമ്പ് നീ പൊക്കോ. അമ്മയ്ക്ക് കൂട്ടിന് ഞാൻ നിന്നോളാം. മോനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഒരു അബദ്ധം പറ്റി, തിരുത്തണം. ഗ്രാമങ്ങളിൽ പോയി സേവനം നടത്തണം. അങ്ങനെയാണെങ്കിൽ എലിസബത്തും മിസ്സിസ് മേനോനും കെണിയല്ലോ. വേണ്ട, ഇവിടുത്തെ ആഹ്ലാദത്തിമർപ്പിൽ ഇപ്പോൾ ഒരു കോമാളി ആവണ്ട. നേരം എത്രയെന്നറിയോ? അമ്മ ഉണർന്നോ? വാ. അമ്മേ, 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 അമ്മേ. സിസ്റ്റർ. അമ്മ എന്തു പറ്റി? സിസ്റ്റർ രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. നീ പൊക്കോ. ഇങ്ങനൊരു മൂഡിൽ എങ്ങനെയാണ് അവിടെ ഒരു കല്യാണം? ഏതായാലും ഞാൻ വാസോട്ടൊന്ന് ഫോൺ ചെയ്ത് വരാം. എന്തെങ്കിലും ഒരു വഴി വാസോട്ടെ കാണാതിരിക്കില്ല. ഹായ് കുന്ദൻ. ഇതെന്താ ഇവിടെ? കുന്ദൻ കുന്തം പോലെ നിൽക്കണേ. ഓടി. നിന്നെ നേടാൻ വേണ്ടി പലതും ഞാൻ മറന്നു. ഞാൻ എന്റെ അമ്മയെ വരെ തള്ളി പറഞ്ഞു. അറിയൂ, അതിനകത്ത് മരണവുമായി മല്ലടിക്കണം എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് എങ്ങാനും എന്തെങ്കിലും പറ്റിയാ? എന്താ അത്? ബാങ്ക് പിടിച്ചോ നിനക്ക്? ഇങ്ങോട്ട് വരിക. അങ്ങാടി തോറ്റേന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അമ്മയോട് തോറ്റേന് അങ്ങാടിക്കാരോടായോ? ചേട്ടാ, കുട്ടി പോയിക്കോളൂ. ചില സമയങ്ങളിൽ ഇവൻ ഇങ്ങനെയാ. എന്ത് പറ്റിയടാ? ഞാൻ കാരണം എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ? ഒന്നും പറ്റില്ല. ദൈവം രക്ഷിക്കും. പെട്ടെന്ന് 2 ബോട്ടിൽ ബ്ലഡ് വേണം. ഓ പോസിറ്റീവ്. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം.
ഇറങ്ങ. അയ്യോ, ഇതെന്താ കയ്യില് ചോരയൊക്കെ ആയിട്ട്? ഒന്നും പറയണ്ട, മൊത്തം പ്രശ്നം. നമ്മുടെ പ്ലാനിങ് എങ്ങനെയോ ലീക്കായി. അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. ഏത് നിമിഷം അവരോട് എത്താൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കൂ, ബാക്കിക്കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, മടി, ഒന്ന് വേഗം ചെല്ല്. ആകെ പ്രശ്ന. നീ എങ്ങോട്ടാ പോന്നെ? പോണം. വാ. അമ്മ എത്തുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. അവിടെ വച്ചെങ്കിലും എനിക്ക് അമ്മയോട് മാപ്പ് പറയണം. ചോരയും പെണ്ണുമായിട്ട് കൂട്ടുകാരാ, ഈ ചോര ഇവിടെ നിന്ന് ചോർച്ച ഒന്ന് പിടിച്ചേ, ഇത്തിരി പ്രശ്നത്തിലാ. വാ. ശ്യാമള, നീ എവിടെ? പോയി നിൽക്കുന്നെ, വാ. എന്തിനാ ഓടണേ? ഒന്ന് മാറിയില്ലേ? എന്താ ഓട്ടം? മാഷെ ചോര പിടിച്ചേ. ഇപ്പൊ വരാമേ. ഒരുത്തരെങ്കിലും കൊല്ലേണ്ടി വരും. അവന്മാര് തന്നെ. വാ. പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കും, ഗേറ്റിലെന്റെ അയ്യോ, ഇങ്ങോട്ട് മാറിക്കണം. എവിടെ കയറി പോകുന്ന ആരാത്? ഭാര്യ ഭാര്യ. ഭാര്യ? അപ്പൊ എപ്പോഴാ കല്യാണം കഴിഞ്ഞ്? ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ കല്യാണം കഴിക്കുമ്പോഴേക്ക് ഇത്ര പെട്ടെന്ന് ഇതോ? ഇത് കമ്പ്യൂട്ടർ യുഗമല്ലേ മാഷെ, എപ്പോഴാ യാതാ മൂലം പറയാൻ പറ്റുമോ? ഒന്നും അറിയാത്ത പിള്ളേരെ പോലെ. കമ്പ്യൂട്ടർ യുഗോ? എന്തൊരു മറിമായോ, എന്തൊരു ലോകം ഇത്. ഇത്ര പെട്ടെന്ന് പ്രസവം കഴിഞ്ഞോ? അവിടെ പോയി. അയ്യോ, ഓടി വാ, ഓടി വാ. ഇനി ഏതായാലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ആ ഡെഡ് ബോഡിയോടൊപ്പം ആംബുലൻസിൽ കയറി അങ്ങ് രക്ഷപ്പെടാം. അയ്യോ, ശവത്തിനപ്പോ? ആ, ഇനി ഇപ്പൊ ശവത്തിനെ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. പാടി. അതെ, രക്ഷകനായ ശവം. ശവളെ വേഗം ഇറങ്ങി വാ, പെട്ടെന്ന്. ശവളെ ഓടിക്കോ. ഓടിക്കും. കണ്ട കളി എന്താ പ്രശ്നം? എന്താ ഇതാണോ പ്രശ്നം? വലത് വലത് എടുത്ത് അടി. നിരായുധനാണല്ലേ? അതെ, പിടിക്കുക അമ്മച്ചിരെ വാളെ. ഞാനാണ് ഇട്ടാൽ അത് നടന്ന് വിട്ടാൽ കളവന്റെ തലയിൽ നിന്ന് അടിച്ചു ഉടക്കി ഞാൻ. അത് മറന്ന് വിട്ടാൽ
ഇക്കുറിയും ചത്തില്ല. 20 അടി ഉയരത്തുനിന്ന് ചാടിയ ചാവൂന്ന് ആരാ പറഞ്ഞത്? അമ്മ ബോധം വന്നയുടൻ അന്വേഷിച്ചത് മോനെയാ. ആ പതുക്കെ, കുറച്ചു ദിവസം ഇനി ഓടാനും ചാടാനൊന്നും പറ്റില്ല. ദാ അമ്മയുടെ മോൻ. രോഗിയുടെ മുമ്പ് വെച്ച് കൂടുതൽ പ്രകടനമൊന്നും വേണ്ട. ഗൾഫിലോട്ട് പറക്കുമ്പോ ബോംബെ എന്നൊരു പട്ടണം കണ്ടിട്ടുണ്ടോ? ആ ബോംബെ നഗരത്തെ കിടിലം കൊള്ളിച്ച വാടക കൊണ്ടേയായിരുന്നു ഞാൻ. 2 പേരെ തട്ടിയിട്ടുണ്ട്. ജാതകത്തിൽ 3 പേരെ തട്ടുന്നുള്ളത്. അതിൽ ആരെ വേണമെന്നുള്ളത് അമ്മാവന്റെ മരുമാൻ കൂടി തീരുമാനിച്ചോ? ഹാർട്ട് അറ്റാക്കിൽ ചാകാനാണോ അതോ വാസുവേട്ടന്റെ അറ്റാക്കിൽ ചാവാനാണോ ഇഷ്ടം? ഹാർട്ട് അറ്റാക്ക് ഇട്ടാ മതിയേ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട കോന്തുണ്ണി അമ്മാവൻ ആ സ്വർണ്ണപ്പല്ല് ഒരു ഗൾഫുകാരന്റെ കയ്യിലോട്ട് കൊടുക്ക്. സ്വർണ്ണപ്പല്ലും സ്വർണ്ണത്താലിയുമായി അയാൾ ഗൾഫിലോട്ട് തന്നെ തിരിച്ചു പോയിക്കോട്ടെ. ഉടനെ തലം വിട്ടോണം, ഇല്ലെങ്കിലേ കഴുത്തിന് മേലെ തല ഉണ്ടാവില്ല. അതെ. വാസുവേട്ടന് വേണ്ടി ഞാനാ പറയണേ. Bloody rascal. ഇങ്ങ് വന്നേ. ഇനി മോളുടെ വലത് കൈ ഇവന്റെ വലത് കൈയിലേക്ക് വെച്ചോട്. ഏതാടേ ഓളതിന്റെ വലത് കൈ? ദാ ശുഭേട്ടാ